ഒരു കഥ ഉണ്ട്. പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജ്യമല്ല, ഒരു ദേശം. ആ രാജാവ് ആ രാജാവിനൊരു മന്ത്രി ഉണ്ടായിരുന്നു. മന്ത്രി ഭയങ്കര സമർത്ഥനായ മന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് എല്ലാ നിലക്കുള്ള ഉപദേശങ്ങളും ആ മന്ത്രിയോടാ ചോദിക്കുക. പക്ഷെ ഒരു ദിവസം ആ രാജാവിൻ്റെ ദേശത്തേക്ക് ഒരു മതപണ്ഡിതൻ വന്നു. പണ്ഡിതൻ വന്നിട്ട് പണ്ഡിതൻ രാജാവിനെ വല്ലാതെ അങ്ങനെ ആവേശം കൊള്ളിക്കുന്ന സ്വഭാവത്തിൽ ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ രാജാവിന് ഭയങ്കര ഇഷ്ടമായി ആ പണ്ഡിതനെ. അപ്പോൾ പിന്നെ വെല്ലെ വെല്ലെ രാജാവിൻ്റെ അടുക്കൽ അയാൾക്കുള്ള സ്ഥാനം ഇങ്ങനെ കൂടി കൂടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരുടെ സ്ഥാനം കുറഞ്ഞു? മന്ത്രിന്റെ സ്ഥാനം കുറഞ്ഞു. അപ്പോൾ മന്ത്രിക്ക് ഇങ്ങനെ വല്ല അസൂയയും കുശുമ്പൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. തൻ്റെ സ്ഥാനം ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ പണ്ഡിതൻ. അപ്പോൾ എന്തെങ്കിലും കാട്ടിയിട്ട് പണ്ഡിതനൊന്ന് അടിച്ചൊതുക്കണം എന്ന് ആരിങ്ങനെ വിചാരിച്ചു തുടങ്ങി. മന്ത്രി വിചാരിച്ച്. അപ്പൊ ഇതാർക്കും മനസ്സിലായി? പണ്ഡിതന് മനസ്സിലായി. അപ്പൊ എനിക്ക് ആ പണി ഇട്ടണതിന് മുമ്പ് തിരിച്ചൊരു പണി കൊടുക്കാന്ന് പണ്ഡിതൻ വിചാരിച്ച്. എന്നിട്ട് പണ്ഡിതൻ ഒരു ദിവസം രാവിലെ എപ്പോഴാണോ പണ്ഡിതൻ ഒരു ദിവസം രാജാവിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നമ്മളെ മന്ത്രിന്റെ തല ഭയങ്കര ഒരു പ്രത്യേകത ഉള്ള തലയാണ്. ആ തല അറുത്തിട്ട് കുഴിച്ചിട്ടാല് അതിനൊരു പ്രത്യേക തരം വൃക്ഷം ഉണ്ടാവും, അതിനൊരു പ്രത്യേക തരം മരം, ആ മരത്തിൽ നിന്ന് പ്രത്യേക തരം ഫ്രൂട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര അത്ഭുതമായി. രാജാവിന് സംശയമായി. രാജാവ് പറഞ്ഞു, അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ എന്താ കാട്ടണ്ടേ ചോദിച്ചു. ഞാൻ ഇതേപോലെ തല അറുത്തിട്ട് അന്നെ അതേപോലെ ആക്കട്ടെ വെച്ചു പണ്ഡിതനോട്. അപ്പൊ പറഞ്ഞു, ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചില്ലെങ്കിൽ ഇന്ന അതേപോലെ തലർത്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ രാജാവ് സമ്മതിച്ചു. സ്വാഭാവികമായിട്ടും മന്ത്രിയുടെ തലർത്ത് ആ തല എന്ത് ചെയ്ത് രാജാവ് പണ്ഡിതന്റെ അടുത്ത് കൊടുത്തു. പണ്ഡിതൻ എന്ത് ചെയ്ത് ആ തല കുഴിച്ചിട്ടു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അതിൽ നിന്ന് ഇങ്ങനെ ഒരു വൃക്ഷം മുളച്ചു വരാൻ തുടങ്ങി. ആ വൃക്ഷം ഇങ്ങനെ വലുതായി 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 അതിൽ നിന്ന് എന്ത് ചെയ്ത് കായ്കൾ വരാൻ തുടങ്ങി. ആ ഉള്ള കഥയാണ്. ആ കായ് ഇങ്ങനെ വന്ന് വന്ന് പക്ഷെ ആൾക്കാർ ഇതിങ്ങനെ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് വീക്ഷിക്കണം, എന്താ സംഭവിക്കാം, മന്ത്രിയുടെ തലയാണല്ലോ. അപ്പൊ നോക്കുമ്പോ അതിന്ന് വരുന്ന കായ്കൾക്ക് എന്താണ് മന്ത്രിയുടെ തലന്റെ അതേ രൂപം. കൊറേ മന്ത്രിന്റെ തല ഇങ്ങനെ മുളച്ചു വരിക. അപ്പൊ ഭയങ്കര അത്ഭുത ആൾക്കാർക്ക്. ഇങ്ങനെ നോക്കുമ്പോ മന്ത്രിന്റെ അതേ രൂപം, രണ്ട് കണ്ണ്, പിന്നെ മന്ത്രിയുടെ മുടി പോലെ തന്നെ തലനാര്, ഇങ്ങനെ നാരുകളുണ്ട്. മന്ത്രിയുടെ തലച്ചോറ് പോലെ തന്നെ അതിന്റെ ഉള്ളില് കാമ്പുണ്ട്. അപ്പോ ഭയങ്കര അത്ഭുതമായി. അങ്ങനെ ആ നാട്ടില് ആദ്യം പണ്ഡിതൻ രാജാവിനോട് പറഞ്ഞിരുന്നു, അതായത് ഈ വൃക്ഷം നമ്മുടെ നാട് മുഴുവൻ ഉണ്ടാവും, അങ്ങനെ ആ വൃക്ഷത്തിന്റെ പേരിൽ നമ്മളെ നാട് അറിയപ്പെടും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ആ നാട് മുഴുവൻ ആ മരം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അതെന്ത് ചെയ്ത് ആ വൃക്ഷത്തിന്റെ പേരിൽ ആ നാട് അറിയപ്പെട്ടു. ഇത് തെങ്ങിനെ കുറിച്ച് പറഞ്ഞാണ്. പക്ഷെ ഈ കഥ പറഞ്ഞത് ഇബ്നു ബത്തൂത്തയാണ്. ഇബ്നു ബത്തൂത്ത മൂപ്പരെ റിഹ്ലത്തു ഇബ്നു ബത്തൂത്ത എന്ന പുസ്തകത്തില് കേരളത്തിക്ക് വന്നപ്പോ കേരളത്തിൽ എങ്ങനെയാണ് നാളികേരവും തെങ്ങൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞ കഥയാണ്. ഈ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് മൂപ്പര് പറയുന്നുണ്ട്, ഇത് പച്ച നുണയാണ്, ഇത് ഉണ്ടാക്കി കഥയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് സ്ട്രൈക്കിങ് ആയ ഒരു സാധനം അതല്ല. അതായത് ഈ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്, എങ്ങനെയാണ് മൂപ്പരിക്ക് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്ന? നമ്മള് ജനിച്ചത് മുതൽ ഇത് കാണുന്നുണ്ട്, തേങ്ങ കാണുന്നുണ്ടല്ലോ. തേങ്ങ എനിക്ക് തോന്നിയില്ല, തേങ്ങ കണ്ടിട്ട് ഒരു തരമാതിരി ഫീൽ ചെയ്തിട്ടുണ്ട. അതിന്റെ നാര് കാണുമ്പോ അത് മുടി പോലെ ഫീൽ. പക്ഷെ അതായത് എനിക്ക് തോന്നുന്നു അത് ചിലപ്പോ ഒരു യാത്ര കൊണ്ടുണ്ടാവുന്ന ഒരു ഗുണമായിരിക്കും. നമുക്ക് ഇത്രയും നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, അത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പല മാനങ്ങളും ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ തിരിച്ചറിവ് പോലെ പല അടരുകൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നു പോകുന്നൊക്കെ ഒരു തോന്നല്. യാത്രക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട്. ഇപ്പോ ഈ പദക്ക് അതിന്റെ യാത്ര എന്നുള്ള പദം നോക്കുമ്പോ അങ്ങനെ കുറെ അറബിയില് ഭാഷയില് ശരിക്ക് സഫർ എന്ന് നമ്മൾ സാധാരണ പറയും യാത്രക്ക്. അപ്പൊ അത് അതിന്റെ ഒരു ഒറിജിൻ ഇപ്പൊ എങ്ങനെയാന്ന് അറബി ഭാഷയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സഫറ എന്ന് പറഞ്ഞാല് ശരിക്ക് ഈ അൺവെയിൽ ചെയ്യുക, അതായത് ഒളിഞ്ഞു നിൽക്കുന്നത് വെളിവാകുക എന്നൊക്കെ പറയും. കശഫ എന്നുള്ള അതില് നമ്മളിപ്പോ ഒരു ഫ്രണ്ടിനെ നമുക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന് വെച്ചാല് ഓന്റെ കൂടെ യാത്ര ചെയ്താൽ മതി നമ്മൾ പൊതുവെ പറയും. ഒരു ഫ്രണ്ടിനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ കുറച്ചു കാലം ഓന്റെ കൂടെ യാത്ര ചെയ്താൽ എല്ലാം പുറത്തു വരും എന്ന് പറയും. അപ്പോ അപ്പോ അതില് ഈ യാത്രയിലൂടെ വെളിവാകുക, അതാണ് സഫറയിൽ നിന്ന് വെളിവാകുക എന്നുള്ള അർത്ഥത്തില് ഈ യാത്രക്ക് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. വേറൊരു അർത്ഥം കൂടി ഉണ്ട്. അല്ല, അർത്ഥല്ല, ഒരു മാനം കൂടി നമുക്ക് കാണാം. അതായത് യാത്ര ഈ ഇബ്നു ബത്തൂത്തക്ക് തേങ്ങ കണ്ടപ്പോ ഇങ്ങനെ തോന്നിയ പോലെ തന്നെ
പല മാനങ്ങളും യാത്ര തുറവികൾ ഉണ്ടാവും, നമ്മളെ തന്നെ തിരിച്ചറിയാം എന്നുള്ളൊരു സെൻസ് കൂടി. പിന്നെ യാത്രക്ക് ഇത് മറ്റേ സഫർ പറഞ്ഞ യാത്ര ഏത് യാത്രക്ക് പറയാം. ഈ വിനോദയാത്രക്ക് സിയാഹ എന്നുള്ള പദം ഉപയോഗിക്കാറ്. സാഹ എന്നുള്ള ഭാഗത്തു നിന്നാ വന്നേ. അപ്പൊ സാഹ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ഒഴുകുക എന്നുള്ളതാണ്. അപ്പൊ ഒഴുകുക എന്നുള്ള പദാണ്. അതായത് വെള്ളം ഇതിലൂടെയൊക്കെയാണോ ഒഴുകുന്നത് അതിലൂടെ ഒക്കെ നമുക്ക് പോവാൻ ചലിക്കാൻ കഴിയും. വേറെ രസമുണ്ട്. ഇപ്പൊ ഈ സാഹ എന്നുള്ള പദാണല്ലോ, ഈ ഖുറാന് രണ്ട് ആളുകളെ കുറിച്ച് മസീഹ് എന്ന് പറയുന്നുണ്ട്. രണ്ടാള്, ഒന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, ഒന്ന് മസീഹാണ്. ഈ മസീഹു ഈസബിന് മറിയം, പിന്നെ മസീഹു ദജ്ജാല്. അത് എന്തുകൊണ്ടായിരിക്കും മസീഹ് എന്ന് ഉപയോഗിച്ച്? കൊറേ സാധനം പറയുന്നുണ്ട്. അതില് എന്താ ഇബ്നു സീന ആണ് തോന്നുന്നു, ഒരു ശരിക്കുള്ള ഇബ്നു സീന ആണോ അറിയില്ല, ഒരു ഭാഷാ പണ്ഡിതനാണ്. ഒരു പറയുന്നുണ്ട് ഈസാ നബിക്ക് മസീഹ് എന്നുള്ള പേര് വരാൻ കാരണം മൂപ്പര് ഒരു സ്ഥലത്ത് നിൽക്കൂല. ലിഅന്നഹു കാന സായിഹൻ ഫിൽ അർളി ലാ യസ്തഖിർ. എവിടെ നിൽക്കൂല, ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാവില്ല, തമ്പടിച്ച് നിൽക്കും. അങ്ങനെ തമ്പടിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രകൃതിയായിരുന്നു ഈസാ നബിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൂപ്പര് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് മസീഹ് എന്ന് പദം ഉപയോഗിക്കാൻ കാരണം എന്ന് പറയുന്നുണ്ട്. ദജ്ജാലും അങ്ങനെ തന്നെയാണ്. ദജ്ജാലും ഭൂമി മുഴുവൻ ഒഴുകി നടന്ന് സഞ്ചരിച്ചുകൊണ്ട് ഇവിടെ ദുൽമ് സൃഷ്ടിക്കുന്ന പറയുന്നത്. അപ്പൊ അങ്ങനെ ഭൂമി മൊത്തം ഒഴുകുന്നത് കൊണ്ടാണ് അവര് ദജ്ജാലിനും മസീഹ് എന്നുള്ള പേര് പറയുന്നത്. മറ്റേ ഷാഫി ഇമാമിന്റെ കവിത, ഇന്നി റഅയ്തു വഖൂഫൽ മാ യുഫ്സിദുഹു ഇൻ സാഹ താബ ഫഇല്ലം യജ്രി ലം യതിബി. അത് എല്ലാവരും അത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കവിത. അല്ല, എല്ലാരും പൊതുവെ ഷാഫി ഇമാമിനെ കുറിച്ച് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു ട്രാവലറാണ് അദ്ദേഹം. അപ്പോ ഈ ഒരു കവിത എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ആ കവിതയുടെ തുടക്കം ഇങ്ങനല്ലേ, തുടക്കല്ല, ഞാൻ അങ്ങനെ വായിച്ച സ്ഥലത്ത് സാഫിർ അതിന്റെ തുടക്കം വേറെയാണ്, മാഫിൽ മുഖാമി ലിദി. ഇതൊക്കെ യാത്രനെ കുറിച്ചാണ്. സഫർ എന്നാണ് ആ കവിതന്റെ ടോപ്പിക് തന്നെ, ഹെഡിങ് തന്നെ സഫർ എന്നാണ്. പിന്നെയാണ് ഈ ഒരു വരികൾ. അതിന്റെ വളരെ വിശദമായിട്ടുള്ള ഒരു കവിതയാണ്, അടിപൊളി സാധനം. അതിലാണ് ഈ സാഹ വരുന്നുണ്ട്, ഇൻസാഹ താബ. ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണെങ്കിൽ അത് മലിനമാകാതെ. ഒഴുകുന്ന വെള്ളത്തിലാണ് മാലിന്യം ഇല്ലാത്തത്. ഒഴുകാത്ത വെള്ളമാണെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം. യാത്ര നമ്മളെ മാലിന്യങ്ങളൊക്കെ പുറത്തെടുക്കാനും അത് ഒന്ന് ആലോചിക്കാനൊക്കെ ഉള്ള ഒരു മാർഗം കൂടിയാണ് യാത്ര. ഷാഫി റഹ്മത്തുള്ളാഹി തന്നെ കുറെ യാത്രകൾ ചെയ്യുന്നുണ്ട്. മുപ്പര് മക്കയിലേക്കും മദീനയിലേക്കും അതുപോലെ ഇറാഖിലേക്കൊക്കെ യാത്ര ചെയ്യുന്നത് അറിവ് തേടിയിട്ട്. അതിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിന്റെ വലിയൊരു സാധനം, നമ്മളിപ്പോ ഇമാം ഷാഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഷയാണ്. ഷാഫി ഇമാം എന്തുകൊണ്ടാണ് അത്രത്തോളം നൈപുണ്യം ഈ മേഖലകളിലൊക്കെ, ഒരുപാട് സയൻസുകളിൽ അദ്ദേഹം നൈപുണ്യം നേടുന്നുണ്ട്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ അറബി ഭാഷയുടെ ഒരു ഒരു ഇതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അറബി ഭാഷ എങ്ങനെ കരസ്ഥമാക്കിയെന്ന് വെച്ചാല് മുപ്പരല്ല ഷാഫി ഇമാം റഹിമഹുല്ലാ, അദ്ദേഹം 17 വർഷത്തോളം ഒരു ഗോത്രത്തിൽ, ഹുദൈൽ എന്ന് പറഞ്ഞൊരു ഗോത്രമുണ്ട്, അറബികളിൽ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ഗോത്രമാണ്. എന്ന് വെച്ചാൽ അവർ ഈ അറബി ഭാഷയുടെ കാര്യത്തിൽ ഹുദൈലികളിൽ നിങ്ങൾ പഠിച്ചാൽ അത് അറ്റ്മോസ്റ്റ്ലി അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലാന്ന് പറയും. പണ്ട് അറബികളുടെ സിസ്റ്റം വെച്ചാല് എന്താണ് ഈ ഇതുണ്ടല്ലോ, നമ്മള് ബദവികൾ എന്ന് പറയുമല്ലോ, ഓരോരുത്തേക്ക് അയക്കും എന്ന് വെച്ചാൽ ഭാഷ പഠിക്കാൻ. ഇപ്പൊ നബിന്റെ കാലത്തൊക്കെ ഉണ്ട് ആ സമ്പ്രദായം ഉണ്ട്. വെച്ചാല് മക്ക എന്ന് പറയുന്നത് ഒരു പട്ടണമാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് കുറെ ആൾക്കാർ വന്നിട്ട് പല ദേശത്തുനിന്ന് വന്നുകൊണ്ട് പല കലർപ്പുകൾ ഉണ്ടാവും. അപ്പൊ ഭാഷ അതിന്റെ ഒരു സത്ത ഉണ്ടാവില്ല, അത് കിട്ടിയ ഈ ബദവികളുടെ അടുത്ത് നിന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഇത് കാലങ്ങളായിട്ട് അറബികളുടെ അടുത്തുള്ള ഇതാണ്. അതാണ് ഈ ഹുദൈൽ ഗോത്രത്തിൽ തന്നെ എത്തിപ്പെട്ടതിന് ശേഷം അവിടുന്ന് ശരിക്കും കവിതയാണല്ലോ ഈ ഭാഷന്റെ ഒരു അന്നത്തെ മീഡിയം എന്ന് പറഞ്ഞ കവിതയാണ്. അപ്പൊ കവിത ഒരു ചരിത്രം അങ്ങനെ പറയുന്നത് 10,000-ഓളം ബൈത്തുകൾ ആ ഗോത്രത്തിൽ നിന്ന്, ഹുദൈലുകളെ കവിതകൾ മാത്രമായിട്ട് 10,000-ഓളം ബൈത്തുകൾ അദ്ദേഹം മനപ്പാടാക്കി. ഷാഫി ഇമാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മനപ്പാടത്തിനുള്ള 7-ാം വയസ്സിൽ ഹിഫ്ള് പൂർത്തീകരിച്ചു. പിന്നെ മാലിക് കാണാൻ പോകുമ്പോ അവിടുന്ന് മുഖത്ത് കാണാതെ പഠിച്ചു. അങ്ങനെ ഒരുപാട് ഹിഫുദിന്റെ ഒരു വലിയൊരു ഇതിലുള്ള വ്യക്തിയാണ് ഷാഫി ഇമാം റഹിമഹുല്ലാഹ്. ഷാഫി ഇമാമിന്റെ കാര്യം പറയുമ്പോ ഒരു പല ഡൈമെൻഷൻസും മൂപ്പര് ഈ യാത്രനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഒരു കവിത ഉണ്ട്, അതായത് താറുബാനി ലൗത്താനി ഫി തൊലബിൽ ഉല മുസാഫിർ ഫഫിൽ അസ്ഫാരി ഖംസു ഫവായിദ്. അതായത് നിങ്ങളുടെ ദേശസ്ഥലം അല്ലെങ്കിൽ നാട് വിട്ടു പോവുക, ഫി തൊലബിലൂല എന്തോ വലുത് ആഗ്രഹിച്ചുകൊണ്ട് പോവാന്ന് പറയുന്നുണ്ട്. മുസാഫിർ ഫഫിൽ അസ്ഫാരി ഖംസു ഫവായിദ്,
നിങ്ങള് ആ. എന്താണ് ഗുണങ്ങൾ 5 ഗുണം. നിങ്ങള് ഈ യാത്രക്കാരനായിരിക്കെ നിങ്ങൾക്ക് അതിനൊരു 5 ഗുണങ്ങൾ കിട്ടാണ്ട്. അത് തഫറജു ഹമ്മീം ഇക്തിസാബ് മഈഷത്തീൻ, അതായത് ഒന്നാമത് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ വെടിഞ്ഞു പോകും. ഇക്തിസാബ് മഈഷത്തീൻ, നിങ്ങൾ ഒരു ജീവിതം നയിക്കും. ഇൽമും ആദാബും സുഹബത്തു മാജിദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിവ് നേടും. ആദാബ്, നിങ്ങൾ ഈ ജീവിതത്തിന്റെ മൂല്യം പഠിക്കും. സുഹബത്തു മാജിദ്, നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടും, നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും എന്നുള്ളൊരു സംഭവം. അതുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടേ ഇതിലേ എനിക്കിപ്പോ ഈ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഭാഷ ഭയങ്കര പ്രശ്നമാണല്ലോ. നമ്മള് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോ ആളുകൾക്കിടയിൽ ബൗണ്ടറി ബാരിയർ ആയിട്ട് എപ്പോഴും ഭാഷ ഉണ്ടാവുക. അപ്പോ ഭാഷയിൽ ഒരാള് മികച്ചിക്കുക, വേറൊരു ഭാഷ പഠിക്കാൻ നിപുണനായിരിക്കുക എന്നുള്ളതാണ് ഒരു യാത്രക്കാരന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഇപ്പൊ നമ്മള് യാത്രയെ കുറിച്ച് പറയുമ്പോ ഫസ്റ്റ് ട്രാവലോഗായിട്ട് വരുന്നത് മാർക്കോ പോളോന്റെ യാത്രയാണ്. മാർക്കോ പോളോന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് മൂപ്പർക്ക് ഭാഷ ഭയങ്കരമായിരുന്നു. ഒരു ഭാഷ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ, അല്ലെങ്കിൽ എന്തൊരു ഇൽമാണെങ്കിലും എന്തൊരു അറിവാണെങ്കിലും പഠിച്ചെടുക്കാൻ ആള് ഭയങ്കര ഫാസ്റ്റ് ലേണറാണ്. ഒരു സ്ഥലത്ത് നിന്നാല് വിത്തിൻ മന്ത്സ് അല്ലെങ്കിൽ വിത്തിൻ വീക്സ് മൂപ്പര് ആ ഭാഷ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് 21 വർഷത്തോളം മാർക്കോ പോളോക്ക് യാത്ര ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ആ കഥ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. മാർക്കോ പോളോ ആണ് ഫസ്റ്റ് റെക്കോർഡ്. അതായത് റെക്കോർഡിക്കലി യാത്രയെ കുറിച്ച് പറയുന്ന തുടക്കം തന്നെ മാർക്കോ പോളോയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അതായത് ഫസ്റ്റ് പക്ഷേ അതിന് മുമ്പൊക്കെ യാത്ര ചെയ്ത പക്ഷേ ഈ ട്രാവലോഗ്സ് പോലെ ഇങ്ങനെ എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ള സാധനം. അതായത് ഫസ്റ്റ് രേഖ ആയിട്ട് വരുന്ന തന്നെ ഭയങ്കര രസമാണ്. അതായത് വെനീസിലൊരു ജയില്, ആ ജയില് വർഷം 1298 വെനീസിലല്ല ജനോവയിലൊരു ജയില്. ആ ജയിലില് അതിലേക്ക് പെട്ടെന്ന് ജയിലില് കാലങ്ങളായിട്ട് റസ്റ്റിക്കല്ലോ പറഞ്ഞാണ്ട് ഒരാള് താമസിക്കുന്നുണ്ട്, ഒരു എഴുത്തുകാരനാണ്. മൂപ്പര് അങ്ങനെ തടവുകാരനായിട്ട് ഒരു 4 വർഷമായിട്ട് ആ ജയിലിലുണ്ട് ജനോവയില്. അപ്പൊ ആ ജയിലിലേക്ക് ഒരു ദിവസം കുറച്ച് ആളുകള് ഇവര് പിടിച്ചിട്ട് തടവുകാരായിട്ട് പിടിച്ചു വരുന്നത്. അപ്പൊ ആ തടവുകാരെ എവിടുത്തേരാ, വെനീസുകാരാണ്. എങ്ങനെ തടവുകാരായത് വെച്ചാല് വെനീസും ജനോവയും മെഡിറ്ററേനിയൻ സീന്റെ കടലിന്റെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് 13ാം നൂറ്റാണ്ടിലാണ് കാലങ്ങളായിട്ട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു യുദ്ധത്തില് വെനീസ് പരാജയപ്പെട്ടു. അപ്പൊ ആ യുദ്ധത്തില് തടവുകാരനായിട്ട് കുറെ തടവ് പുള്ളികളെ ഈ ജയിലിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ റെസ്റ്റിക്കല്ലോന്റെ ജയിൽമേറ്റ് ആയിട്ട് ഒരാളാണ് വരുന്നത്. അപ്പൊ റെസ്റ്റിക്കല്ലോ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഈ മാർക്കോ പോളിന്റെ കഥ പറയുന്ന പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെ കാണാം. അതായത് മേത്തൊക്കെ മുഴുവൻ മുറിവുകളുണ്ട്, പക്ഷെ താടി നല്ല വെടുപ്പില് താടിയൊക്കെ ഉണ്ട്. അപ്പൊ അയാള് വന്നിരുന്നു, കുറെ നേരം ഇങ്ങനെ നോക്കി. അപ്പൊ റെസ്റ്റിക്കല്ലോ എന്നിട്ട് അയാളോട് ചോദിക്കാൻ തുടങ്ങി, എന്താണ് സംഭവം, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അപ്പൊ അതാരാണ്, മാർക്കോ പോളോ ആണ്. അപ്പൊ മാർക്കോ പോളോ കാലങ്ങൾ 21 വർഷം യാത്ര ചെയ്ത് ആ അനുഭവം കൊണ്ട് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് ഒരു ജയിലിലേക്ക് എത്തുന്നത്, റെസ്റ്റിക്കല്ലോന്റെ അടുത്ത് എത്തുന്നത്. മാർക്കോ പോളിന്റെ നേരത്തെ പറഞ്ഞല്ലോ ഭാഷയിൽ നിപുണനാണ്. പ്ലസ് ഒരു യാത്രക്കാരന്റെ ഏറ്റവും വലിയ ഗുണം ആളുകളെ സന്തോഷിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു രാജാവിന്റെ അടുത്തേക്ക് എത്തി, ആ രാജാവിൽ എന്തോ ഒരു ആവേശം കൊള്ളിക്കുന്ന എന്തോ ഒന്ന് ഇയാളുടെ അടുത്ത് ഉണ്ടാവണം, എന്നാലാണ് അയാൾക്ക് രാജാവിന്റെ എയ്ഡും കാര്യങ്ങളൊക്കെ കിട്ടുക. പണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോ അതിന് ശേഷം വന്ന യാത്രക്കാരൊക്കെ എടുത്തു നോക്കിയാല് രാജാക്കന്മാർക്ക് ഒരു ശീലമുണ്ട്. അവർ ചെയ്ത ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. അവർക്ക് എന്താ പറയാ, ഇൽമിനോട് അത്ര താല്പര്യം ഉണ്ടോ ഇല്ലേ, പക്ഷെ അവർക്ക് ഒരു പ്രവൃത്തി പോലെ എല്ലാ കാലത്തും ചെയ്തെന്ന് വെച്ചാല് ഉലമാക്കളെ, അതേപോലെ തന്നെ യാത്രക്കാരെ, സാഹിത്യകാരന്മാരൊക്കെ ഓരോ കൊട്ടാരത്തിലേക്ക് വിളിക്കും. എന്നിട്ട് ഓരോ കീഴിൽ എന്ത് ചെയ്യും, അവരെ വളർത്തും, അവരെന്ത് ചെയ്യും, പബ്ലിസിറ്റി കൊടുക്കും, പാട്രണൈസ് ചെയ്യും. അതുപോലെ ചെയ്ത വലിയൊരു കാര്യമാണ്. ഏത് കാലഘട്ടത്തിലുള്ള രാജാക്കന്മാരായാലും അവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ച്. ഇപ്പോ അൽബിറൂണിന്റെ കഥ പറയുമ്പോൾ അൽബിറൂണിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ രാജാക്ക് അന്ന് ജീവിച്ചിരുന്ന ഗസ്നവി ആ ഒരു ടൈമിലുണ്ടായിരുന്ന രാജാക്കന്മാരാ. പാട്രണേജ് കൊടുത്തിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ യാത്രകളൊക്കെ തന്നെ ഇതിന്റെ കീഴിലാണ് നടക്കുന്നത്. ഒരുപാട് സാധനം നല്ല ഒരു കഥ ഉണ്ട്. അൽബിറൂനി ഒരിക്കല് അദ്ദേഹത്തിന്റെ മരണശയ്യയിൽ എത്രത്തോളം അത് സിക്കത്തുണ്ടെന്ന് അറിയില്ല, അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ ഒരാൾ കാണാൻ വന്നു. അൽബിറൂന്റെ അറിവാട്ടോ അത് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ കാണാൻ വന്ന് രോഗശയ്യയിൽ അവസാന നിമിഷത്തിൽ കിടക്കുകയാണ്. അപ്പോ ഈ വന്ന ആള് ചോദിക്കുന്നുണ്ട്, പണ്ഡിതൻ ചോദിക്കുന്നുണ്ട്, എന്താണ് അവസ്ഥ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇത് വളരെ അടുത്തൊരാളാണ്, ഈ അൽബിറൂണിന്റെ അടുത്തൊരാളാണ്. അൽബിറൂണി ചോദിക്കുന്നുണ്ട്, അന്ന് ഈ നമ്മളെ മീറാത്തുമായിട്ട് ബന്ധപ്പെട്ട്, ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേനു, അത് എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നുണ്ട്, അതൊന്ന് പഠിപ്പിച്ചിരുമെന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പൊ ഇയാളിങ്ങനെ ഈ അവസാന നിമിഷമായോണ്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും എനിക്ക് ഇത് പഠിക്കണം എന്നാണ് താല്പര്യം. അപ്പൊ അമേരിക്കാൻ എടുക്കാണ്. അപ്പൊ ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അൽബിറൂണി തിരിച്ചു പറയുന്ന ഒരു കാര്യം, ഈ ഇക്വേഷനും കൂടി പഠിക്കുക, അതായത് ഇതും കൂടി കിട്ടിയിട്ട് മരിക്കുന്നതാണോ അതല്ല ഇത് പഠിക്കാതെ ഞാൻ ഭൂമിയിൽ നിന്ന് പോകുന്നതാണോ ഉത്തമം എന്ന് ചോദിക്കുന്നുണ്ട്. അത്രക്ക് നമ്മളിപ്പോ ഇന്നത്തെ കാലം എടുത്ത് നോക്കി എല്ലാം സ്പെഷ്യലൈസ്ഡ് ആണ്. നമ്മളൊരു ഏരിയ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിലായിട്ട് ഫോക്കസ് ചെയ്യുക, സ്പെഷ്യലൈസ് ചെയ്യാന്ന. പക്ഷെ അൽബിറൂണിന്റെ ലൈഫില് മൂപ്പര് തൊടാത്ത ഏരിയകളില്ല. എനിക്ക് തോന്നുന്നു ട്രാവലറിനേക്കാൾ അപ്പോഴും മൂപ്പര് വലിയൊരു ആലിമായി എല്ലാ ഏരിയകളും തൊട്ട്. ആലിമാവാൻ കാരണം എന്താ? അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ മൂപ്പര് ഫസ്റ്റ് ഇസ്ലാമിക ഷറഈയായിട്ടുള്ള അതൊക്കെ പഠിച്ചിട്ടാണല്ലോ പിന്നെ ഇതൊക്കെ ഇതിലേക്ക് ഇറങ്ങുന്ന. സയൻസ് വലിയ അർത്ഥത്തിൽ സയൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അൽബിറൂണിയാണ്. ഒരു വലിയ തുറവികളൊക്കെ ഇസ്ലാമിക സമൂഹത്തിന് നൽകുന്ന ഒരുപാട് ഏരിയകൾ ഇന്ന് സയൻസിൽ കാണുന്ന എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും ഏകദേശം ഷാഫി ഇമാമിന്റെ ഒരു കോട്ടുണ്ട് പറഞ്ഞാല്, നോളജിന്റെ 1/3 മെഡിസിൻ ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, തിബാണെന്ന്. അതായത് ക്രിസ്ത്യൻസും ജൂതന്മാരും ഒക്കെ അക്വയർ ചെയ്യുന്ന വലിയൊരു നോളജ്, എന്നാൽ മുസ്ലിംസ് ഏറ്റവും കൂടുതൽ നെഗ്ലക്ട് ചെയ്യുന്ന ഉപേക്ഷിക്കുന്ന ഒരു നോളജാണ് തിബ്. അത് 1/3 എന്ത് വില കൊടുത്തു അത് സ്വീകരിക്കണം. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഷാഫി ഇമാം കൊടുക്കുക. അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു രോഗമൊക്കെ വരുന്നുണ്ട്, അതൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അങ്ങനെ യാത്ര ചെയ്യുക, ഇൽമ നേടുക, യാത്ര ചെയ്യുക, ഇൽമ നേടുക, ചില നാട്ടിൽ നിന്ന് പുറത്താക്കുക, ബന്ദിയാക്കുക, യാത്ര ചെയ്യുക, ഇൽമ നേടുക. ഇത് അവരുടെ ഒരു രീതിയായിരുന്നില്ല മക്കളെ ജീവിതം എടുത്ത് നോക്കിയാൽ. ഇപ്പൊ പണ്ടത്തെ എല്ലാ പണ്ഡിതന്മാരും ഇപ്പം നമ്മളിപ്പോ ഇബ്നു സീന പറയും. ഇബ്നു സീന എന്താണ് മെഡിക്കൽ രംഗത്തെ പണ്ഡിതനാണെന്ന് പറയാം. പക്ഷെങ്കില് എന്താണ് അദ്ദേഹം വേറെയും കുറെ ഇതിലൊക്കെ പണ്ഡിതനാണ്. അപ്പൊ വേറെ ഫാറാബി എടുത്താലും എല്ലാവരും എടുത്താലും ഒരു വിഷയത്തിൽ മാത്രം സ്പെഷ്യലൈസ്ഡ് അല്ല. ഇപ്പൊ ഇദ്രീസ് എന്ന് പറഞ്ഞിട്ട് ട്രാവലർ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം യഥാർത്ഥ ഒരു ജിയോഗ്രഫറും കൂടിയാണ്. അറബിയിൽ അങ്ങനെ ഒരു ടേം ഉണ്ട് തോന്നുന്നുണ്ട്. അതായത് യാത്രക്കാര് എന്ന് പറയുന്നതിന് പകരം ജിയോഗ്രാഫി എന്ന് പറഞ്ഞൊരു ടേം എല്ലാ ഇതിലും കാണാൻ പറ്റും. അങ്ങനെ ഒരു ടേമാണ് യൂസ് ചെയ്യുന്നത്. ജിയോഗ്രഫിയിലുള്ള ഗവേഷണമൊക്കെ നടത്തി മുപ്പര് അങ്ങനെയാണ് അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നത്. അതായത് കാർട്ടോഗ്രാഫർ അല്ലേ? അതായത് മൂപ്പര് ഇത് പറയുന്നുണ്ട് വെച്ചാല് മൂപ്പര് ചെറുപ്പകാലത്ത് തന്നെ നാട്ടിൽ പഠിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കൊർദോവ യൂണിവേഴ്സിറ്റി, അന്ന് മുസ്ലിം സ്പെയിനില് മൂപ്പര് അങ്ങനെ പഠിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് പഠിച്ച് പിന്നെ നാട്ടിലേക്ക് സ്യൂട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൂപ്പര് നാട്. അപ്പൊ അങ്ങനെ സ്യൂട്ട എന്നൊരു തുറമുഖ നഗരം കൂടിയാണ്. അപ്പൊ അവിടെ വരുന്ന കപ്പലുകൾ ഒക്കെ ചരക്കായിട്ടൊക്കെ വരുന്ന അല്ലെങ്കിൽ എന്താണ് ഇതായിട്ട് വരുന്ന കച്ചവട ആവശ്യത്തിന് വരുന്ന കപ്പലുകളിൽ മൂപ്പര് എന്താക്കും, ആ കപ്പലുകളിൽ തിരിച്ചു പോകും. ഓരോന്നിട്ട് അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇനി കുറേ സ്ഥലത്ത് യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂപ്പര് സിസിലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നുണ്ട്. സിസിലി സ്പെയിൻ്റെ ഒക്കെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ റോജർ രണ്ടാമൻ എന്ന് പറഞ്ഞ ആളാണ് അവിടുത്തെ അന്നത്തെ രാജാവ്. അപ്പൊ സിസിലി എന്ന് പറഞ്ഞാൽ മുമ്പ് മുസ്ലിം സ്പെയിന്റെ ഭാഗമായിരുന്നു. പിന്നീട് റോജർ ഒന്നാമനെ കീഴടക്കി. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന് ശേഷം റോജർ രണ്ടാമൻ വരുന്നത്. അപ്പൊ അങ്ങനെ സിസിലിയിലെത്തിയ എന്താണ് ഇദ്രീസിനെ പറ്റിയിട്ട് ആരറിയുന്നത്? റോജർ രണ്ടാമൻ അറിയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കൊട്ടാരത്തിൽ വിളിപ്പിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ റോജർ രണ്ടാമന് മൂപ്പരായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ മൂപ്പര് ഒരു വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ആക്കുന്നുണ്ട്. എന്നിട്ട് മൂപ്പര് എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ ജോഗ്രഫിയിൽ കുറച്ചുകൂടി ഗവേഷണം നടത്തണം, ഫുൾ ചെലവ് എന്താണ് രാജാവ്. അപ്പൊ അങ്ങനെ ഇതിലൂടെ തന്നെ കുറേ സ്ഥലത്ത് ഇപ്പൊ പോർച്ചുഗൽ, ഏഷ്യ മൈനർ, അതുപോലെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ, ഇറ്റലി പോലുള്ള സ്ഥലങ്ങളിൽ ആര് പോകുന്നുണ്ട്? ഇദ്രീസി പോകുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ 15 വർഷം എടുത്തിട്ട് മൂപ്പര് ഒരു കിതാബൊക്കെ എഴുതുന്നുണ്ട് ആർക്ക് വേണ്ടിയിട്ട്? റോജർ രണ്ടാമന് വേണ്ടിയിട്ട്. അതിനുശേഷം റോജർ രണ്ടാമൻ തന്നെ നിർദ്ദേശപ്രകാരം വലിയൊരു ഡെസ്കില് ലോക മാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം വെച്ചാൽ മൂപ്പര് മെയിൻ പണിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ സ്ഥലത്ത് യാത്ര ചെയ്തിട്ട് ഇങ്ങനെ അവിടുത്തെ ഒരു സ്ഥലമൊക്കെ എന്താണ് മാപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലമൊക്കെ അനുസരിച്ച് കടലും അല്ലെങ്കിൽ എന്താണ് മലകളൊക്കെ അനുസരിച്ചിട്ട് മാപ്പ് ഉണ്ടാക്കാം. അങ്ങനെ ഒരു വലിയൊരു മാപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ശേഷം റോജർ രണ്ടാമന്റെ മരണത്തിന് ശേഷം ഒരു ഗ്ലോബൊക്കെ ഉണ്ട്. ആദ്യത്തെ ഗ്ലോബ് ഉണ്ടാക്കിയത് ഇദ്രീസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു ചിത്രമൊക്കെ കാണാം. നമ്മളായിരിക്കും തലയിരിഞ്ഞിട്ട് നോക്കുമ്പോൾ, തലയിരിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാവും എന്താണ് ഇന്നത്തെ ഒരു ഗ്ലോബിന്റെ ഒക്കെ ഏകദേശം ഒരു രൂപം മൂപ്പര് ഉണ്ടാക്കുന്നുണ്ട്. അതായത് മൂപ്പര് 7 കാലാവസ്ഥകൾക്ക് അനുസരിച്ചിട്ട് മൂപ്പര് ഇത് തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ഈ ഇംഗ്ലണ്ട്, ഐസ്ലാൻഡ്, അതുപോലെ ഏഷ്യ, ആഫ്രിക്ക എന്നുള്ള ഇതിലൊക്കെ ഒരു തിരിക്കുന്നുണ്ട്. ഇന്നലെ വേറൊരു അൽ ജസീറന്റെ ഒരു ആർട്ടിക്കിള് അതിലിങ്ങനെ പറയുന്നുണ്ട്, ജവാദ് സഫർ എന്നാണ് നമ്മള് പാസ്പോർട്ടിന് ഉപയോഗിക്കുന്ന വാക്ക്. ഈ പാസ്പോർട്ട് നമ്മൾക്ക് ഈ അടുത്ത കാലത്തേക്കും പാസ്പോർട്ട് എന്നുള്ള രീതിയിൽ അത് വന്നെങ്കിലും ഇസ്ലാമിക ഒരു കാർഡ് എന്നുള്ള വന്നത് പഠിത്തായിരിക്കും. പക്ഷെങ്കിൽ ഇസ്ലാമിക ഇതില് നാഗരികതയില് അത് വന്നോ. അതായത് ഫസ്റ്റ് റിവായത്ത് കാണുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ ഇത് ഉണ്ടായിരുന്നു. അതായത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളോട് ഇന്റെ അനുവാദം ഇല്ലാതെ, ഇന്റെ ജവാസ് സഫർ ഇല്ലാതെ, ഇന്റെ എഴുത്തില്ലാതെ നീ ഇത് ഈ പ്രദേശത്തേക്ക് കടക്കരുത് എന്നുള്ള ആജ്ഞാപനം.
അതിനുശേഷം ഓരോ ഡൈനാസ്റ്റികളിലും ഓരോ ഖിലാഫത്തുകളിലൊക്കെ ഈ ഒരു ജവാദ് സഫർ കാണാൻ കഴിയും. അപ്പൊ അത് മുസ്ലിങ്ങളിൽ നിന്ന് എടുത്തതാണെന്നൊക്കെ ഉള്ളൊരു വാദമുണ്ട്. നമ്മളെ ആർട്ടിക്കിൾ വായിച്ചതാണ് ജസ്റ്റ്. ഈവൻ എന്താണ് വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിന്റെ മലയാള രാജ്യത്തിലൊരു പാസ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കുറച്ച് ലാസ്റ്റ് ആണല്ലോ. അന്ന് മുതലേ പാസ്പോർട്ട് ഉണ്ട്. ഐഡിയ ആലോചിച്ച് നോക്കണം. ഇതില് ഇപ്പോ എന്താ മാർക്കോ പോളോന്റെ കഥയെന്നാണ് ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ പോയത്. മാർക്കോ പോളോ യാത്ര പ്രത്യേക യാത്ര മാർക്കോ പോളോ മാർക്കോ പോളോ പുസ്തകം എഴുതല്ല, മാർക്കോ പോളോ വിവരിച്ചു കൊടുക്കണം. ഈ റെസ്റ്റിക്കല്ലോ എന്ന് പറഞ്ഞ ജയിൽമേറ്റ് ഉണ്ടല്ലോ, സെൽമേറ്റ്, മൂപ്പരാണ് ഫുള്ള് കഥ എഴുതുന്നത്. അപ്പോ മാർക്കോ പോളോ അങ്ങനെ ഓരോ കഥകൾ പറയാണ്. 16 വയസ്സിലാണ്, 17, 16 എന്ന് പറയുന്നുണ്ട്. 16 വയസ്സിലാണ് മാർക്കോ പോളോ യാത്ര വന്ന്. ആലോചിച്ച് നോക്കുക. ലൈക്ക് നമ്മൾ വിചാരിക്കും ഒറ്റക്കാ പോകുന്നത്, അങ്ങനല്ല. മാർക്കോ പോളോന്റെ എന്താ വാപ്പിയും അങ്കിളും അവരൊക്കെ യാത്രക്കാരാണ്, മെർച്ചൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഈസ്റ്റിലേക്ക് ഫുൾ യാത്രകളായിട്ട് പോകുന്ന ആളാണ്. അപ്പൊ അവരാണ് ആദ്യം ഇങ്ങോട്ട് പോകുന്നത്, ഈസ്റ്റിലേക്ക് പോകുന്നത്. അങ്ങനെ ഈസ്റ്റ് പോയി മംഗോൾ എംപയറിലേക്ക് എത്തുന്നത്. അന്ന് മംഗോൾ ഭരണാധികാരിയായിട്ടുള്ളത് കുബ്ലൈ ഖാനാണ്. കുബ്ലൈ ഖാൻ എന്ന് പറഞ്ഞാല് ചെങ്കിസ് ഖാന്റെ പേരക്കുട്ടിയാണ്. പേരക്കുട്ടിയാണ്, ചെങ്കിസ് ഖാന്റെ പേരക്കുട്ടി. അപ്പൊ 2 ജനറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം തന്നെ മുസ്ലിം അല്ലല്ലോ, മക്കളൊക്കെ വരുന്നത്. അത് മൂപ്പരിക്ക് കൊണ്ട് കുറച്ചുകൂടി ക്രിസ്ത്യാനിറ്റിയോട് ഒരു ഇതുള്ള ആള്, അടുപ്പുള്ള ആള്. ചെങ്കിസ് ഖാന്റെ ഒരു മോന് ഇസ്ലാം സ്വീകരിക്കുക, അങ്ങനെയാണ്. അതായത് എന്താ മാർക്കോ പോളോ ഇത്രയും പ്രധാനപ്പെട്ട ആളാവാൻ കാരണം എന്താ വെച്ചാല് ഈ ഈസ്റ്റിനെ കുറിച്ച് യൂറോപ്യർക്ക് ഭയങ്കര പേടിയായിരുന്നു. താർത്താരികൾ എന്നൊക്കെ പറഞ്ഞ, താർത്താരികൾ എന്ന് പറഞ്ഞാൽ ആ സാധനം അത്രക്ക് സൂക്ഷ്മല്ല. താർത്താർ എന്ന് പറഞ്ഞാല് ഒരു ഗോത്രം മാത്രമാണ്, മംഗോളിലുള്ള ഗോത്രം. പക്ഷെ താർത്താരികൾ എന്ന് കേൾക്കുമ്പോ താർത്താരികളുടെ ആക്രമണം ഭയങ്കര പേടിയും, അതേപോലെ ചെങ്കിസ് ഖാൻ, കുബ്ലൈ ഖാൻ എന്ന് കേൾക്കുമ്പോ ഭയങ്കര പേടി ജനിപ്പിക്കുന്ന. അങ്ങോട്ടാണ് ആര് പേര് തന്നെ ഉണ്ട് ഒരു പേടി, ഒരു ഭയങ്കര ഗമുള്ള പേരാണ്. അങ്ങോട്ടാണ് ആര് പോകുന്നത്? മാർക്കോ പോളോ പോകുന്നത്. അപ്പൊ മാർക്കോ പോളോ വാപ്പാന്റെയും അങ്കിളുടെയും കൂടിയാണ് ഒരു അങ്ങോട്ട് പോകുന്നത്. ആ പോകുന്ന യാത്രയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് യാതനകൾ സഹിച്ചിട്ട് അവര് വെനീസിലാണല്ലോ ഓരുള്ളത്. അപ്പൊ മെഡിറ്ററേനിയൻ കടലിലാണ് ഇതുള്ളത്, വെനീസ് ഉള്ളത്. അപ്പൊ വെനീസിൽ നിന്ന് ഇവര് പിന്നെ നേരെ അക്കയിലേക്കാണ് പോകുന്നത്, ഫലസ്തീനിലെ അക്ക. പിന്നെ അവിടുന്ന് അങ്ങനെ യാത്ര ചെയ്ത് അഫ്ഗാനിസ്ഥാനിൽ എത്തുന്നുണ്ട്. അതൊക്കെ വർഷങ്ങൾ എടുത്തിട്ടാട്ടോ, എത്രയോ വർഷം എടുത്തിട്ട് അവർ യാത്ര ചെയ്യുന്നതന്നെ. നമ്മളിങ്ങനെ ആലോചിക്കുക, അപ്പൊ നമ്മളൊരു ഫ്ലൈറ്റിൽ പിടിച്ച് പോവുകയാണെങ്കിൽ എത്ര മണിക്കൂർ എടുക്കുക, വർഷങ്ങൾ. അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ എത്തുമ്പോ എന്താണ് ശ്വാസം മുട്ട് വരുന്നുണ്ട് മാർക്കോ പോളോക്ക്. അപ്പോൾ ഏകദേശം 20, 19 വയസ്സൊക്കെ ഉള്ളൂ. എന്നിട്ട് അഫ്ഗാനിസ്ഥാനിൽ എന്ത് ചെയ്തു, ഇവര് യാത്ര പോസ് ചെയ്യണം. കാരണം പനി വന്നു, ശ്വാസം മുട്ട് വന്നു. ട്യൂബർക്ലോസിസ് ആണോ ഈ എന്താ എന്തോ ഒരു ഫ്ലൂ ആണ്, നമ്മളെ ഇതിന് ശ്വാസകോശത്തിന് ബാധിക്കുന്ന ഫ്ലൂ ആണ്. അങ്ങനെ എന്ത് ചെയ്ത് ഇവരൊരു ഐഡിയ എടുത്ത് ഇവര് അഫ്ഗാനിസ്ഥാൻ മലമ്പ്രദേശാണല്ലോ. അപ്പൊ ഒരു മലന്റെ മുകളിൽ കയറിയ പ്രത്യേകത എന്താ, അവിടെ നല്ല ശുദ്ധവായു ഉണ്ടാവും. അങ്ങനെ ഒരു വർഷത്തോളം ഒരു അഫ്ഗാനിസ്ഥാനിൽ ചെലവഴിച്ചു. അങ്ങനെ മലന്റെ മുകളിൽ കയറിയോണ്ട് നല്ല ശുദ്ധവായു ശ്വസിച്ചോണ്ട് മാർക്കോ പോളോക്ക് വല്ല സുഖമായി. അങ്ങനെ മാർക്കോ പോളോ അങ്ങനെ മംഗോൾ കുബ്ലൈ ഖാന്റെ അടുത്തേക്ക്, സനാഡു എന്നാണ് പേര് ആ സ്ഥലത്തിന്റെ പേര്. അതായത് മംഗോൾ ഇപ്പത്തെ ചൈനന്റെയും ഒക്കെ ആ ഒരു അറ്റത്തായി വരും. അപ്പൊ ആലോചിച്ചൊക്കെ വെനീസിന്ന് ഈ ഒരു യൂറോപ്പിന്റെ മൂലന്ന് ഇങ്ങനെ അങ്ങോട്ട് അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഈ കുബ്ലൈ ഖാന്റെ ഏറ്റവും നല്ല ഉപദേഷ്ടാവായിട്ട് മാറാണ്. പിന്നെ 21-ാം വയസ്സിൽ തുടങ്ങിയിട്ട് 17 വർഷത്തോളം പിന്നെ ആരവിടെ നിൽക്കാണ്, മാർക്കോ പോളോ അവിടെ മൂപ്പര് ഉപദേഷ്ടാവായിട്ട് നിന്നിട്ട് പിന്നെ 21 വർഷം യാത്ര ചെയ്ത് 41-ാമത്തെ വയസ്സിലേറ്റാണ് ഇവര് തിരിച്ച് വെനീസിലേക്ക് എത്തുന്നത്. അപ്പോ ആ വെനീസിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു യുദ്ധത്തില് മൂപ്പരെ ജനോയിലേക്ക് കൊണ്ടുവരുന്നത്. ആ യുദ്ധത്തില് തടവുള്ളിയായപ്പോഴാണ് റെസ്റ്റിക്കല്ലോന്റെ സെൽമേറ്റ് ആവുന്നത്. അങ്ങനെ റെസ്റ്റിക്കല്ലോ ആ കഥകളൊക്കെ കേട്ട് ഭയങ്കര രസമാണ്. കാരണം ഒരു ശത്രു രാജ്യത്തിന്റെ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവുപുള്ളിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്രക്ക് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടാവുക. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു പ്രത്യേക സെല്ല് ഇയാൾക്ക് വരാൻ തുടങ്ങി, മാർക്കോ പോളോക്ക് വരാൻ തുടങ്ങി. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ 2ാമത്തെ സാധനമാണ്, ചാമിങ് ആയിരുന്നു ഭയങ്കരമായിട്ട്. ആളുകളെ ഇപ്പൊ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ തുടങ്ങും മാർക്കോ പോളിന്. സംസാരം കൊണ്ട് അയാളെ മയക്കി വിടും.
അപ്പോൾ ഓരോ വലിയ വലിയ ഡൂക്കുമാര്, വലിയ വലിയ നോബിളായിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു, മാർക്കോ പോളിനെ ഒന്ന് കാണാൻ തുടങ്ങി ഓരോ ദിവസം. എന്തിന്? കഥ കേൾക്കാൻ. ഈ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പ്രത്യേക സെല്ല് കിട്ടി മാർക്കോ പോളോക്ക്. അവിടെ ഭയങ്കര ഫുൾ ലക്ഷറി ജീവിതമായി ഇവിടെ ജയിലിന്റെ ഉള്ളില് മാർക്കോ പോളോ. അങ്ങനെ ആണ് ഈ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന് പറഞ്ഞിട്ട് പുസ്തകം വരുന്നത്. പക്ഷെ രസം എന്താന്ന് വെച്ചാല്, ഞാൻ ഈ മാർക്കോ പോളിന്റെ പുസ്തകം തപ്പിയപ്പോ ഇങ്ങനെയും കുറെ പുസ്തകങ്ങൾ കണ്ടിരുന്നു. മാർക്കോ പോളോ എവിടെ യാത്ര ചെയ്തില്ല, ഫേക്കാണ്, മാർക്കോ പോളോ വെറും ഡൈപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇബ്നു ബത്തൂത്തിനെ കുറിച്ചും രസം. നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയില് എന്താണ് ഒരു കാബന്റെ ഉൾക്കൂടി അതിലൊരു ചങ്ങായി കമന്റ് എന്താ അറിയോ, ചരിത്രം പഠിച്ചെടുത്തോളം ഇബ്നു ബത്തൂത്ത വലിയൊരു കള്ളനാണ്. അതൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ഇവർ രണ്ടാളെ കുറിച്ചും ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ട്. ഇപ്പൊ മാർക്കോ പോളോ ആണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് ട്രാവലോഗ് എഴുതിയ ഫസ്റ്റ് ട്രാവലർ. പക്ഷെ മാർക്കോ പോളിനെ കാട്ടി എത്രയോ വൈഡായിട്ട് സഞ്ചരിച്ച മനുഷ്യനാണ് ആര്? ഇബ്നു ബത്തൂത്ത. ഇപ്പൊ മാർക്കോ പോളോന്റെ ട്രാവല് ഫേക്കാണെന്ന് പറയാൻ കാരണം കുറെ ഒരു സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് മാർക്കോ പോളോ ചായനെ കുറിച്ച് പറയുന്നില്ല, ചൈനയിൽ അത്ര കാലം ജീവിച്ചിട്ട് ചായ പറയുന്നില്ല. ഈ ചോപ്പ് സ്റ്റിക്സ് ഇല്ലേ, അവരങ്ങനെ ഫുഡ് കഴിക്കുക, ചോപ്പ് സ്റ്റിക്സിനെ കുറിച്ച് പറയുന്നില്ല. ഗ്രേറ്റ് വാൾ ഓഫ് ചൈനനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അതൊക്കെ അവിടുത്തെ മെയിൻ സാധനങ്ങൾ. അതിനെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മാർക്കോ പോളോ ആളൊരു ഡൈപ്പാണ്, ഇയാള് പോയിട്ടൊന്നുമില്ല. അങ്ങനെ പക്ഷെ രസം എന്താ വെച്ചാല് ഭയങ്കര ഫാക്ച്വലി ഞാൻ വേറൊരു പോഡ്കാസ്റ്റിൽ ഇങ്ങനെ കേട്ടിരുന്നു ഇതിനെ കുറിച്ച്. അന്ന് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന് പറയുന്നത് ഇങ്ങനെ കുറെ തുരുമ്പിടിച്ച് കൃത്യമായിട്ടില്ല. അതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അത് കൃത്യമായിട്ട് പണിത് ഫുള്ളാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാർക്കോ പോളോ യാത്ര ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ മാർക്കോ പോളോനെ രസം എന്താന്ന് വെച്ചാല് 45 വയസ്സിൽ മൂപ്പര് തിരിച്ച് വെനീസിലേക്ക് എത്തുന്നുണ്ട്. വെനീസിലെത്തി ഒരു മെർച്ചൻസ് ആണല്ലോ, നല്ല പൈസക്കാരാണ്. കുബ്ലൈ ഖാന്റെ 17 വർഷത്തെ സേവനത്തിന് ശേഷം കുബ്ലൈ ഖാൻ പറഞ്ഞയക്കുമ്പോൾ ഒരുപാട് രത്നങ്ങളും സ്വർണ്ണമൊക്കെ ആയിട്ടാണ് പറഞ്ഞയക്കുന്നത്. അപ്പൊ വലിയ പൈസക്കാരാണ്, ഭയങ്കര നോബിളായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ആളുകൾ എന്ത് ചെയ്തു, മെല്ലെ മെല്ലെ മാർക്കോ പോളോനെ കള്ളനാണ്, ഇയാൾ ഉഡായിപ്പാണ്, ഇയാൾ അതായത് ഇറ്റലിക്കാര് മൂപ്പരെ വിളിക്കുക ഇൽ മില്യോണ എന്നാണ് വിളിക്കുക. അതായത് മില്യൺ മാർക്കോ പോളോ എന്നാ പറയാ. അതായത് മാർക്കോ പോളോ എന്ത് പറഞ്ഞാലും മില്യൺ കണക്കിന് കണക്കാ പറയാ. അതന്നെ ഭയങ്കര എക്സാജറേഷൻ ആണ്. മാർക്കോ പോളോന്റെ ഒരു സംഭവം ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മാർക്കോ പോളോട് കുട്ടികൾ വരെ വന്ന് ചോദിക്കുന്ന കുട്ടികളല്ല, അങ്ങനെ ആ കുട്ടികൾ കളിയാക്കും, ഇനി എന്തേലും കള്ളങ്ങൾ പറയാണ്ടോ, ഞങ്ങൾക്ക് കഥ കേൾക്കാൻ നല്ല രസം. അതായത് മൂപ്പര് മരിക്കാൻ കിടക്കുമ്പോ സുഹൃത്തുക്കൾ വന്ന് അടുത്ത കൂട്ടുകാർ ചങ്കാള് വന്നിട്ട് ചോദിക്ക, മോനെ സത്യം പറയാ ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്നു, മരിക്കാൻ കിടക്കുമ്പോ അതാ ചോദിക്കുന്നത്. അതായത് അത്രയും സ്പെക്കുലേഷൻ ഉണ്ടായിരുന്നു. കാരണം സ്വാഭാവികമാണ്, ഇൽ മില്യോണ എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോ വെനീസ് എന്ന് പറയുന്നത് വെറും 100,000 അടുത്ത ആളുകൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു. അവർക്ക് അറിയുന്ന ജനോവ ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും അന്നത്തെ സ്പെയിൻ ആണെങ്കിലും അന്നത്തെ ഫ്രാൻസ് ആണെങ്കിലും ആ സ്ഥലങ്ങളൊക്കെ 10,000, 1,00,000 കണക്കിന് ആൾക്കാർ അത്ര ജീവിക്കുന്ന മനുഷ്യന്മാരാ. മില്യൺ എന്നൊക്കെ പറഞ്ഞ ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയൂല. അത് ഇന്നത്തെ പോലെ അല്ലല്ലോ. അന്ന് നമ്മുടെ നാട് വിട്ടാ നമുക്ക് പുറം ലോകത്തെ കുറിച്ച് കേട്ടുകളിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ പോലെ ഫാക്ച്വലി നമുക്ക് അറിയില്ല. പക്ഷെ അന്നത്തെ മംഗോളിയൻസിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയാല്, അന്നത്തെ ചൈനീസുകളെ കുറിച്ച് ആലോചിച്ച് നോക്കിയാല് അവര് മില്യൺ കണക്കിന് ആൾക്കാർ പോപ്പുലേഷൻ അന്നേ ഉണ്ട്. ഇന്ന് തന്നെ എത്രയോ ബില്യൺ കണക്കിനാണല്ലോ ചൈനന്റെ പോപ്പുലേഷൻ. അപ്പൊ അന്ന് എന്തായാലും മില്യൺ ഉണ്ടാവുക സ്വാഭാവികമാണ് 13ാം നൂറ്റാണ്ടില്. അപ്പോ കള്ളങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയും മാർക്കോ പോളോ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എക്സാജറേഷൻസ് ആണ്. ആ എക്സാജറേഷൻസ് അതെ പഴയ എഴുത്തുകാർക്കുള്ള ഒരു പ്രത്യേകത, ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്യും കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ വലിയ ജയന്റ് ഫിഷിനെ കണ്ട്, വലിയ പല്ലുള്ള ബേർഡ്സിനെ കണ്ട്, അങ്ങനൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. ഇബ്നു ബത്തൂത്ത അതിന്റെ മെയിൻ ആളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മാർക്കോ പോളോ ഒരു പക്ഷെ മൂപ്പര് അങ്ങനെ ആയിരിക്കും. അതായത് നോബിൾസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭയങ്കര വലിയ കഥകളൊക്കെ പറയും. പക്ഷെ എനിക്ക് തോന്നിയ സാധനം മൂപ്പരെ പുസ്തകം വെച്ചിട്ടാണല്ലോ ആളുകൾ മൊത്തം ജഡ്ജ് ചെയ്യാം. പുസ്തകം എഴുതിയതാരാ? റസ്റ്റിക്കല്ലാണ് എഴുതിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ 1000 വേണ്ട ഒരു 10,000 കിടക്കട്ടെ അങ്ങനെ ഒന്നും മൂടാവട്ടെ വെച്ചിട്ട് അങ്ങനെ എഴുതിയതും ആവാം, സ്വാഭാവികമാണ്. ഇങ്ങനെ ഒരു ഇതിനെ കണ്ട ഒരു കഥ പറയുന്നുണ്ട്. ഒരു ദിവസം രാത്രി മാർക്കോ പോളോ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പുറത്ത് എന്തോ ഒരു ജീവിയെ കാണാം, ഒരു പ്രത്യേക തരം അപൂർവ ജീവി. അപ്പൊ ആ ജീവിയുടെ തോല് പറഞ്ഞാല് ഭയങ്കര ഈ ഗ്രേ കളറാണ്. അതിന്റെ തോല് ഭയങ്കര കട്ടിയുള്ളതാണ്. എന്നിട്ട് അതിന്റെ
തലന്റെ നടുവില് ഇങ്ങനെ കൊമ്പ് ഇങ്ങനെ കൂർത്തെടുക്കുന്നുണ്ട്. അത് യൂണിക്കോൺ ആണ്. യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനേറ്റീവ് മൃഗാണ്. അവൻ ആ യൂണിക്കോണിനെ കണ്ടുവന്ന് മാർക്കോ പോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മണ്ടത്തരാണ്. യൂണിക്കോണിനെ കണ്ടിട്ടില്ല, അപ്പൊ തന്നെ ഉടായിപ്പാണ് എന്നൊക്കെ ആൾക്കാരെ കൂടെ. പക്ഷെ കാലങ്ങൾക്ക് ശേഷം നമുക്ക് നോക്കി കഴിഞ്ഞാൽ യൂണിക്കോൺ ആവൂല മൂപ്പര് കണ്ടിണ്ടാവുക, ഈ റൈനോസറസിനൊക്കെ ആയിരിക്കും. അതിനാണല്ലോ ഈ സാധനം ഉള്ളത്. അപ്പൊ അങ്ങനെയും കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഇബ്നു ബത്തൂത്ത നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നു അതായിരിക്കും പ്രശ്നം ഉണ്ടാവുക. ഇബ്നു ബത്തൂത്തിന്റെയും കഥ അങ്ങനെയാണല്ലോ. ഇബ്നു ബത്തൂത്തിന്റെ ഒരു സാധനം അങ്ങനെ ആയിട്ടുണ്ട്. അതായത് മൂപ്പര് ഏത് നാട്ടിൽ പോയാലും അവിടെ വലിയൊരു പൊസിഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലില് ഗവർണറൊക്കെ ആയിരുന്നു. ഒരുപാട് വർഷം അവിടെ തന്നെ ഗവർണറായിട്ടും പല പൊസിഷൻസിലും നിൽക്കാൻ. ഇബ്നു ബത്തൂത്ത കുറച്ചുകൂടി എന്താണ് ഈ സ്കോളർലി ഇങ്ങനെ പോകുന്ന മൂപ്പര് യാത്ര തുടങ്ങുന്ന തന്നെ അറിവ് അന്വേഷിച്ചിട്ടാണ്. മൂപ്പര് പറയുന്നത് വെച്ചാൽ കുറച്ചാൽ യാത്ര ചെയ്യും, എന്നിട്ട് അവിടെ കുറച്ചാലും പഠിക്കും, അവിടെ ജോലി ചെയ്യും, കാലിയാവുക ഒക്കെ ചെയ്യും, എന്നിട്ട് പിന്നെ യാത്ര ചെയ്യും. അങ്ങനെയാണ് മൂപ്പരൊരു സർക്കിൾ അല്ലെങ്കിൽ ഒരു സൈക്കിൾ തുടങ്ങുന്നത്. ഇബ്നു ബത്തൂത്ത യാത്ര തുടങ്ങുന്നു. ഇതാണ് എനിക്ക് ഭയങ്കര രസമായി തോന്നിയ സാധനം. നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോ ഇങ്ങനെ പട്ടിണിയിലും പരിവേഷത്തിലും ബ്രെഡും ജാമൊക്കെ കൂട്ടിയിട്ടാണല്ലേ യാത്ര പോവുക. അപ്പൊ ബഡ്ജറ്റ് ട്രിപ്പാണ്. അപ്പൊ എന്റെ അമ്മായി ഒരു വട്ടം ചോദിച്ചിരുന്നു, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഇല്ലാത്ത സമയത്ത് യാത്ര പോകുന്നത്, കുറച്ചൊക്കെ കായ് ഉണ്ടാക്കിയിട്ട് യാത്ര ചെയ്യാ പോലെ. പക്ഷെ സാധാരണ നമ്മൾ യാത്രനെ കുറിച്ച് ഒരു തിയറി വരലുണ്ടല്ലോ. യാത്രനെ കുറിച്ചല്ല, മനുഷ്യന്റെ ഒരു പ്രകൃതത്തെ കുറിച്ച്. നമ്മുടെ ഒരു യൂത്ത് ടൈം എന്ന് പറഞ്ഞാല് നമുക്ക് ആരോഗ്യം ഉണ്ടാവും, നമുക്ക് ഹെൽത്ത് ഉണ്ടാവും. പക്ഷെ ഇല്ലാത്തത് എന്താണ്? വെൽത്ത് ആയിരിക്കും, പൈസ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഒരു കുറച്ചും കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാല്, യുവത്വം കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആരോഗ്യം ഉണ്ടാവും, വെൽത്ത് ഉണ്ടാവും, പക്ഷെ സമയം ഉണ്ടാവില്ല. കുറച്ചും കൂടി കഴിഞ്ഞ് വാർദ്ധക്യം കഴിഞ്ഞാല് നമുക്ക് സമയം ഉണ്ടാവും, വെൽത്ത് ഉണ്ടാവും, പക്ഷെ ആരോഗ്യം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, സമയം നമുക്ക് കുറെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വെൽത്താണ്. അപ്പൊ ഉള്ള വെൽത്തിൽ യാത്ര ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു. നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാല് രസമായി തോന്നും. ഇപ്പോ മാർക്കോ പോളോ എപ്പോഴാണ് യാത്ര ചെയ്യുന്നത്? 17 വയസ്സിലെ യാത്ര തുടങ്ങുന്നത്. ഇബ്നു ബത്തൂത്ത എപ്പോഴാണ് യാത്ര തുടങ്ങുന്നത്? 21 വയസ്സിലാണ് മൂപ്പര് യാത്ര തുടങ്ങുന്നത്. ഭയങ്കര രസമാണ്. ഒരു എന്താ കൈതപ്പുറത്ത് മൊറോക്കോയിലെ ഫാസിലാണ് മൂപ്പര്. ഫാസ് എന്ന് പറഞ്ഞാൽ മൊറോക്കോന്റെ മൊറോക്കോന്റെ ക്യാപിറ്റലാണ്. മൊറോക്കോ തന്നെ മരിക്കുന്നു മീൻസ് തിരിച്ചു വന്നിട്ട് തിരിച്ചെത്തി. അത് 29 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. അപ്പൊ 21 പറയുന്നുണ്ട്. എന്നിട്ട് എന്താണ് ഒരു എന്താ കഴുതപ്പുറത്ത് എന്താണ് പോവാണ്. എങ്ങട്ടാ പോകുന്നത്? ആദ്യം മൂപ്പര് ഹജ്ജിനാണല്ലോ പോകുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും മൊറോക്കോന്ന് ഹജ്ജിന് പോവാ പറയുമ്പോ ഇങ്ങനെ അൾജീരിയ, ലിബിയ അങ്ങനല്ല, ഈജിപ്ത് അങ്ങനെയല്ല പോവാ. ഇപ്പൊ അവിടുന്ന് നേരെ അടിക്ക് ഇറങ്ങുന്നത്, സൗത്തേക്ക് ഇറങ്ങുന്നത്. അവിടെ യാത്ര തുടങ്ങുന്നത് ഹജ്ജിലൂടെയാണ്. ഹജ്ജിന് പോവാന്നുള്ള സെൻസിലാണ് മൂപ്പര് യാത്ര തുടങ്ങുന്നത്. പക്ഷെ അവിടുന്ന് സഹാറ മരുഭൂമിയും കടന്നിട്ട് അതായത് മൊറോക്കോന്ന് അടിക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ അതായത് മാലിക്കാണ് പോകുന്നത്. മാലി പറഞ്ഞാല് മറ്റേ മൻസാമൂസന്റെ ഒക്കെ നാടുണ്ടല്ലോ. മൻസാമൂസ ഹജ്ജിന് പോയ കഥ ഭയങ്കര രസമാണ്. അത് നമ്മളന്ന് പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഇതിനു വേണ്ടി നോക്കുമ്പോഴാണ് മൻസാമൂസന്റെ കഥ അങ്ങനെ അറിയുന്നത്. മൻസാമൂസ ഹജ്ജിന് പോയത് അതായത് മാലിന്ന് ഇങ്ങനെ പോവാണ്. അപ്പൊ പോണ ഭാഗത്തേക്കൊക്കെ മൂപ്പര് ഫുള്ള് ഇങ്ങനെ സ്വർണം വാരി വിതറാണ്. അങ്ങനെ മൂപ്പര് മക്ക വരെ പോകുന്നത്. അപ്പൊ അതിനുശേഷം പറയുന്നുണ്ട് 4 decades അതിനുശേഷം മൊത്തം ആഫ്രിക്കയില് മൊത്തം നാടുകളില് സ്വർണത്തിന്റെ വില കുറഞ്ഞു, ഇടിഞ്ഞുപോയി. കാരണം എന്താ? അത്രയും ഡിമാൻഡ് കുറഞ്ഞുപോയി. ആളുകളുടെ കയ്യിലൊക്കെ സ്വർണം കിട്ടി തുടങ്ങി. ആ കിലോ കണക്കിന് സ്വർണം കൊടുക്കുന്നു മനസ്സിലാക്കാൻ. അപ്പൊ അങ്ങോട്ടാണ് ആദ്യം ഇബ്നു ബത്തൂത്ത പോകുന്നത്. അവിടുന്ന് അങ്ങനെ പോയിട്ടാണ് പിന്നെ ഇങ്ങനെ മൂപ്പര യാത്ര മൊത്തം ഇങ്ങനെ തുടങ്ങുന്നത്. ഇത് ഇങ്ങനെ മൊത്തം ബാക്കി കഥക്ക് എന്താ 29 അറിയുന്നുണ്ട്. 21 വയസ്സിൽ തുടങ്ങി മൂപ്പര്. പിന്നെ കേരളത്തിക്ക് വരുന്നുണ്ട്. ഈ പറഞ്ഞ നമ്മള് മാർക്കോ പോളോ ജസ്റ്റ് വെനീസിന്ന് ഇങ്ങോട്ടാ പോകുന്നുള്ളൂ. പിന്നെ അവിടുന്ന് തിരിച്ചു വരുമ്പോ സമുദ്രം വഴി ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്, ഈ ഭാഗത്തേക്കൊക്കെ എത്തുന്നുണ്ട്. അന്നത്തെ കൂടുതലും ഇങ്ങനെ എന്താണ് സമുദ്രത്തിലൂടെ യാത്രയാണ്, എന്താണ് കടലിലൂടെ ഉള്ള യാത്രയല്ലേ. ഇപ്പൊ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ഇപ്പൊ പൊന്നാനി എന്നൊക്കെ അന്നത്തെ ഒരു ഇവിടുത്തെ കുറെ പല ടൈപ്പ് ഓഫ് യാത്ര ഉണ്ട്. എന്ന് വെച്ചാൽ നോർത്തേക്ക് പോകുന്ന, ഇപ്പൊ ഇന്ത്യയിലെ നോർത്തേക്ക് പോകുന്ന യാത്ര ഉണ്ട്. അതേസമയം ഇവിടുന്ന് കൂടുതൽ നടന്നിട്ടുള്ളത് അറേബ്യയും ആയിട്ടുള്ള സമുദ്ര യാത്രകളാണ്. ഇപ്പൊ ഇസ്ലാം വരുന്നതിന് പണിയാൻ തോന്നുന്നുണ്ട്. ഇസ്ലാം വരുന്നതിന് കുറെ മുമ്പ് തന്നെ ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്? അറബികൾ വന്നിട്ടുണ്ട്, അതുപോലെ ജൂതന്മാര്, ക്രിസ്ത്യാനികളൊക്കെ വന്നിട്ടുണ്ട്. അതായത് മെർച്ചന്റ് ആണ്, അതായത് കച്ചവടമാണ് മെയിൻ ഐഡിയ. ഇപ്പൊ പല കച്ചവട എന്താണ് ഇവിടെ വന്നിട്ടുള്ളത് അറബികളിലൂടെയാണ്. ഇപ്പൊ ഇതൊക്കെ പറയുന്നത് ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്താ സ്പൈസസ് പറയില്ല, സ്പൈസസ് യൂറോപ്പിൽ എത്തുന്ന എങ്ങനെയാ?
അറബികൾ വഴിയാണ്, ഈ ഒരു സമുദ്ര യാത്രയിലൂടെയാണ്. ഈ സമുദ്രയാത്ര അന്നത്തെ പായൽ കപ്പലിന് അനുസരിച്ച് എന്താണ് കാറ്റിന്റെ ഗതി അനുസരിച്ചിട്ട് പോകുന്നത്. അപ്പൊ ഈ കേരളത്തിലൊക്കെ എത്തുക ഭയങ്കര സുഖമാണ്. പക്ഷെ ഇത് ഈ എന്താ സ്പൈസ് ഈ മെർച്ചന്റ് ആവശ്യത്തിനായിരുന്നു. മൂപ്പര് ഏകദേശം ആ മൂഡില്ല. മാർക്കോ പോളോ പോകുന്നതും മെർച്ചന്റ് ആയിട്ടാണ്, മൂപ്പര് ഫാമിലി മൊത്തം പോകുന്നത് അങ്ങനെയാണ്. എല്ലാരും മെർച്ചന്റ് ആവശ്യത്തിനായിരുന്നു പണ്ട് മുതൽ. ഒരു എന്താ പറയാ, ഒരു 16-17 നൂറ്റാണ്ട് വരെയൊക്കെ ആൾക്കാർ അങ്ങനെ തന്നെ ഫുള്ള് യാത്ര ചെയ്യുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, അതിന് യാത്രക്ക് മെർച്ചന്റ് കച്ചവട ആവശ്യത്തിനപ്പുറം ഒരു ഉപജീവന മാർഗത്തിന് കൂടി യാത്ര പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഒരു വലിയ ഏരിയ ആണല്ലോ ഗൾഫിലേക്ക് യാത്ര പോവാ. 970കളിൽ എന്റെ വല്യപ്പാന്റെ അതിന് മുമ്പ് വേറെ ഇതുണ്ട്. നമ്മള് പ്രവാസം എന്നൊക്കെ പറയുമ്പോൾ ഗൾഫിലേക്കല്ലേ, പേർഷ്യൻ നാടുകളിലേക്ക് പോകുന്നതാണ്. പക്ഷെ അതിന് മുമ്പ് ബർമയിലേക്കും കറാച്ചിയിലേക്കൊക്കെ നമ്മളെ ആൾക്കാർ, മലേഷ്യ, ബംഗ്ലാദേശ്, ബംഗ്ലാന്ന് പറയും, അവിടേക്കൊക്കെ പോയിരുന്നു കൊറേ. എന്ന് വെച്ചാല് നമ്മൾ അന്നത്തെ ഒരു മേജർ ഇത് പ്രവാസ സോഴ്സ് എന്ന് പറഞ്ഞത് ഒന്ന് കറാച്ചി അല്ലെ ബർമ. പിന്നെ അന്നേരം ബർമയിൽ എന്തോ ദുരന്തം അല്ല, ജപ്പാൻ ആക്രമിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ ആൾക്കാരൊക്കെ എന്താണ് മലയാളികളൊക്കെ തിരിച്ചു പോരുന്നത്. ഇപ്പൊ പറഞ്ഞില്ലേ UA ഖാദറിനെ കണ്ടാൽ ഒരു മ്യാൻമർ ഒരു ലുക്ക് ഉണ്ടല്ലോ. അപ്പൊ മൂപ്പരെ ഫാമിലി മൂപ്പരെ വാപ്പ അവിടെ പോയിട്ട് അവിടുന്ന് കല്യാണം കഴിച്ച് അതിലുണ്ടായ കുട്ടിയാണ് UA ഖാദർ. UA ഖാദറിനെ കണ്ടാലും അങ്ങനെ ഒരു ലുക്ക് ഉണ്ട്, ഒരു ചൈനീസ് ലുക്ക് ഉണ്ട് മുഖം. അപ്പോ അതിന് ശേഷം അതായത് മലേഷ്യക്കൊക്കെ പോയി ഇങ്ങനെ ഒരു കാരണത്തിന് ശേഷം 970കളിലാണല്ലോ പിന്നെ ഒരു മലബാർ ചരിത്രമൊക്കെ എടുത്ത് നോക്കിയാല് മൊത്തം ഗൾഫിലേക്കുള്ള ഒരു ഒഴുക്കും അതിലൂടെ ഉണ്ടാവുന്ന ഒരു സാമൂഹിക മാറ്റം. പെട്രോളിന്റെ ഇതൊക്കെ പക്ഷെ അന്ന് എന്റെ വല്യപ്പന്റെ കഥ പറഞ്ഞ എനിക്ക് ഓർമ്മ ഉണ്ട്. ഇത് ഇവിടുന്ന് നേരെ കുടുംബം സ്ഥലമൊക്കെ പണയം വെച്ചിട്ടാണ് പോവുക. നല്ല പൈസ വേണം. ഒരു അന്ന് മലപ്പുറത്ത് രണ്ടത്താണിയുള്ള ഒരു ടീമാണ് ഇതിന്റെ ഏജന്റുമാരായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോ എന്താ എന്റെ വല്യപ്പന്റെ നാട്ടിലുള്ള കുറച്ച് ആളുകൾ ഉപജീവനാണ്, പട്ടിണിയാണ്, എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുക ഒറ്റ മാർഗമുള്ളൂ. അല്ല ഭയങ്കര സംഭവം എന്തോ തേടി പോവല്ല, രക്ഷപ്പെടാൻ വേണ്ടി പോവാണ്. നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. അങ്ങനെ ഇവിടുന്ന് ഇവര് ബോംബെക്ക് വിടും. ബോംബെന്ന് ലാഞ്ചിയിലാണ് പോവുക, പത്തേമാരിയിലാണ് പോവുക. അപ്പോ ഇല്ലീഗലാണ് സംഭവം പരിപാടി, പാസ്പോർട്ട് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പച്ചക്കറി ഇങ്ങനെ സ്പൈസസ് ഒക്കെ കൊണ്ടുപോകുന്ന ലാഞ്ചികളിൽ പത്തേമാരികളിൽ കൂട്ടിയിട്ടാണ് ഇവരെ കൊണ്ടുപോവുക, ഈ യാത്രക്കാരെ കൊണ്ടുപോവുക. അടിയിലൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുപോവുക. 15 ദിവസത്തിനുള്ള ഫുഡൊക്കെ അവര് വെക്കുള്ളൂ. അപ്പോ അതിന് ചിലപ്പോ കപ്പൽ യാത്രക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, കാറ്റിന്റെ ഗതി മാറും, എപ്പോഴാണ് എങ്ങോട്ടാണ് കാറ്റിന് പത്തേമാരി പറഞ്ഞാൽ തന്നെ പായ്ക്കപ്പലാണ്, കാറ്റിനനുസരിച്ചാ പോവാ. അപ്പോ ഈ വല്യപ്പാന്റെ കഥ ഇങ്ങനെ പറയുമ്പോ രസമുണ്ട്. അതായത് അത്രയും ആളുകൾക്ക് റേഷൻ വെച്ചിട്ടാണ് വെള്ളവും ഭക്ഷണവും കൊടുക്കുക. അപ്പൊ വല്യപ്പ ഒരു ദിവസം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോ പുറത്ത് ചവിട്ടിട്ടി. എന്തിന്? വെള്ളം കുടിച്ചതിന്റെ പേരിൽ, വെള്ളം കൂടുതൽ കുടിച്ചതിന്റെ പേരിൽ ലാഞ്ചിന്ന് അടിയിട്ടുണ്ട്. അപ്പൊ ആളുകൾ ചിലപ്പോ 10 ഉള്ളത് 15 ദിവസമാവും, 20 ദിവസമാവും, ഒരു മാസമാവും, അങ്ങനെ നീണ്ടുപോകുന്നതിനനുസരിച്ച് എന്താണ് ഇവർക്ക് പട്ടിണിയും പരിവട്ടം കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ കപ്പൽ യാത്ര എന്ന് പറയുന്നത് അത്രയും പ്രയാസമാണ്. അതായത് കാലാവസ്ഥ പ്രശ്നമാണ്. പിന്നെ എന്താ ഈ നമ്മളെ നാടിന്റെ അപ്പുറം കാണാത്ത മനുഷ്യന്മാരാ. ഹിന്ദി അറിയില്ല, ഉറുദു അറിയില്ല, അറബി അറിയില്ല, മലപ്പുറം മലയാളം മാത്രം അറിയുന്ന കുറെ നാടൻ ചെങ്ങൈമാരാ പോകുന്നത്. ചിലവര് കപ്പല് കാണുമ്പോ തന്നെ തിരിച്ചു വരുന്നുണ്ട്, ഇവിടുന്ന് ബോംബെ വരെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെയും ധൈര്യമുള്ളവരാണ്. അതായത് ഇനി തിരിച്ചു വരാൻ കഴിയില്ല, കാരണം കുടുംബം പണയം വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ള അത്രയും ധൈര്യത്തിലും പേടിയിലുമാണ് ആൾക്കാർ പോകുന്നത്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ കപ്പലിൽ നടുക്കടലിലെത്തിയാല് ഒരു ചൂരുണ്ടെന്നാ പറഞ്ഞു. ഒരു ചൂരുണ്ടാവും, ഒരു മണം ഉണ്ടാവും. ആ മണം അടിച്ചു കഴിഞ്ഞാല് പിന്നെ ഛർദ്ദിക്കാൻ തുടങ്ങും. ഇതിന്റെ ഒരു ആട്ടൊക്കെ കാരണം ആളുകൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. ഛർദ്ദിക്കാന്ന് പറഞ്ഞാൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ക്ഷീണിച്ചു പോകും. അങ്ങനെ ഛർദ്ദിച്ച് മരിക്കുന്നവരുണ്ട് ഈ യാത്രക്കിടയിൽ. മരിച്ചു കഴിഞ്ഞാൽ കഫം പോലും ചെയ്യാതെ അവര് കടലില് താത്ത് ചെയ്യുക. അപ്പൊ അങ്ങനെ പോയിട്ട് ഇത്രയും ദിവസം ഛർദ്ദിച്ച് ക്ഷീണിച്ച് കൃത്യമായ ഭക്ഷണം വെള്ളം കിട്ടാതെ ഇവര് ഈ അറേബ്യൻ കടൽ അങ്ങനെ കിടക്കാണ്. എന്നിട്ട് ഗോർഫുഖാനാണ് അവരുടെ ഏരിയ, പോർട്ട് ഏരിയ, UAE ഗോർഫുഖാൻ. അപ്പൊ അവര് അടുപ്പിക്കൂല, കാരണം കുറച്ച് ദൂരെ, ഒരു 1/2 കിലോമീറ്റർ ഒക്കെ ദൂരെയാണ് ഇവർ എത്തിച്ചിട്ട് കര അങ്ങനെ കാണിച്ചു കൊടുക്കും. രാത്രി ആയിരിക്കും. അന്ന് ഇന്നത്തെ പോലെ UAE വെളിച്ചം വെച്ചിട്ടൊന്നുമില്ല, അറേബ്യ വെളിച്ചം വെച്ചിട്ടില്ല. അന്ന് ഇങ്ങനെ വളർന്നു വരുന്ന നാട്ടുരാജ്യങ്ങളാണ്. UAE പോലും ഇല്ല, എമിറേറ്റ്സ് ആയിട്ടില്ല. എന്നിട്ട് അവിടുന്ന് ചാടാൻ പറയണം.
അപ്പൊ ചാടിയില്ലെങ്കിൽ ഇവര് തിരിച്ചു കൊണ്ടുപോകില്ല. ചിലവർക്ക് ചാടാൻ കഴിയില്ല. നീന്താൻ അറിയാൻ അല്ല, നീന്താൻ അറിയാന്നുള്ളതാണ് അന്നത്തെ പാസ്പോർട്ട്. നീന്താൻ അറിയണവനെ കൊണ്ടുപോകും, അതാണ്. അല്ലാതെ വേറെ ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണ്ട. ഓരവിടുന്ന് ചാടാൻ പറയാം. പക്ഷെ ചിലവർക്ക് ചാടാൻ കഴിയില്ല. കാരണം എന്താ, ഇപ്പൊ ഇത്രയും ദിവസം പട്ടിണി കിടന്ന് ക്ഷീണിച്ചിട്ട് ഛർദിച്ച് ക്ഷീണിച്ചിട്ടുണ്ടാവും. ഇനി ഒരു 1/2 കിലോമീറ്റർ കൂടി നീന്താൻ അവർക്ക് കഴിയൂല. പക്ഷെ ഒരു സമ്മതിക്കൂല, തിരിച്ചു പോകാൻ സമ്മതിക്കൂല. ഇടും, നീന്തും, എത്തണോരെത്തും. എന്റെ വല്യപ്പന്റെ കൂടെ പോയവരില് ചിലര് നീന്തി എവിടെ എത്തിയില്ല, ചിലര് വെള്ളം കുടിച്ച് ഇടയിൽ മരിച്ചു പോകും. അങ്ങനെ കഷ്ടപ്പെട്ട് ഇവരെത്തുന്നു. ഈ കഥ ഭയങ്കര രസാ. വല്യപ്പ ഇങ്ങനെ പറയുമ്പോ, എന്നിട്ട് ഇവരവിടെ എത്തിയിട്ട് എന്താ ചെയ്യേണ്ടിന്ന് അറിയില്ല. അറബി അറിയോ? ഇല്ല. എങ്ങാട്ടാ പോകേണ്ടി അറിയോ? ഇല്ല. ഉള്ളത് ഒരു ഗോർഫുഖാൻ, എന്നാൽ കുറച്ചും കൂടി മലമ്പ്രദേശമുള്ള ഒരു ഏരിയയാണ്. ഇവരെന്ത് ചെയ്തു, വെളിച്ചം കണ്ടു ഒരു സ്ഥലത്ത്. അപ്പൊ വെളിച്ചം കണ്ടപ്പോ അങ്ങോട്ട് ഇങ്ങനെ വല്ല നടന്നു നോക്കി. അങ്ങനെ ആ കേറി നോക്കുമ്പോ പോലീസ് സ്റ്റേഷനാണ്. ആ കുടുങ്ങി. പോലീസ് പിടിക്കാതിരിക്കാനാണ് ഈ നീന്തുന്നതും പരിപാടിയൊക്കെ. നേരെ ചെല്ലുന്ന പോലീസ് സ്റ്റേഷനിക്ക്. അപ്പൊ പോലീസ് അപ്പൊ തന്നെ പിടിച്ച്, ഇവരുടെ പ്രയാസം കണ്ടപ്പോ എന്ത് ചെയ്തു, ഇവര് ഈത്തപ്പഴം കൊടുത്തു. അപ്പൊ ഈത്തപ്പഴം കൊടുത്തപ്പോ ആർത്തിയോട് കൂടിയിട്ട് തിന്നാണ്. ഇവരെ മുമ്പെന്ന് ഇവരേതായാലും പിടിക്കപ്പെട്ടു, എന്നാലും ഇവര് അത്രയും വിശപ്പോട് കൂടിയിട്ടാണ് നിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി ജയിലിൽ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇവരുടെ മെയിൻ ഹെഡായിട്ടുള്ള പോലീസുകാരൻ വന്നിട്ട് ഇവരെ സഹതാപത്തോട് കൂടിയിട്ട് ഇവരെ വിടുകയാണ്. അങ്ങനെ അവിടുന്ന് ഗോർഫുഖാന്ന് ഷാർജയ്ക്ക് പോയി. അങ്ങനെ അവിടുന്ന് ദുബായിലേക്ക് വന്ന് അങ്ങനെ എങ്ങനൊക്കെ കഷ്ടപ്പെട്ട് പച്ച പിടിക്കാണ്. ഇതാണ്. പിന്നീട് എന്റെ ഉപ്പാന്റെ കാലത്ത് വെച്ചാല് അന്ന് പിന്നെ ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ ബോംബെക്ക്, അന്ന് കോഴിക്കോട് നിന്നില്ല, ബോംബെക്ക് പോയിട്ട് ബസ്സിന് പോകണം. എന്നിട്ട് അവിടുന്ന് ഫ്ലൈറ്റിന് പോയി ബോംബെക്ക് എത്താൻ കുറച്ച് കുറെ മുമ്പോട്ട് എത്തി. അതായത് അവിടുന്ന് എത്തി വിസ അയച്ചു തരാൻ ആളൊക്കെ വന്നോട് കൂടിയിട്ട് പിന്നെ ഫ്ലൈറ്റ് യാത്രയായി. നമ്മുടെ ഉപജീവനത്തിന്റെ ഒരു യാത്രയാണ്. അതിൽ എനിക്ക് ഇപ്പൊ ഞാൻ നമ്മൾ ജനിച്ച ഒരു കാലഘട്ടത്തിന് ശേഷം, 2000 അതിനുശേഷം ജനിച്ച ആളുകളാണ്. ഇതിൽ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സാധനമാണ് മുസ്തഫ കമാൽ പാഷന്റെ യാത്ര. അതായത് അതൊരു വലിയ കൺസെപ്റ്റാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വായന പരിമിതി ഉണ്ടാവും. നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങരന്റെ ഒരു സഫാരി സഞ്ചാരം ഫസ്റ്റ് വരുന്നത് ഏഷ്യാനെറ്റിലാണ് സംപ്രേഷണം ചെയ്യുന്നത്. അവരുടെ ലൈഫ് നല്ല രസമാണ്. ആദ്യം നേപ്പാളിലേക്ക് പോകുന്നത്, ഫസ്റ്റ് യാത്ര നേപ്പാള്, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് സഞ്ചാരത്തെക്കാൾ ഒരുപക്ഷെ ഇത് കിട്ടേണ്ടിയിരുന്ന ഒരു സാധനമാണ് ഈ ഖുർആൻ ചരിത്രഭൂമിയിലുള്ള യാത്ര എന്ന് പറയുന്നത്. അതിന്റെ ഇന്ന് നമ്മുടെ യൂട്യൂബ് കിട്ടും, അതിന്റെ എപ്പിസോഡുകൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതില് ഞാനതിങ്ങനെ വെറുതെ അതിന്റെ എപ്പിസോഡുകൾ ഒന്നും ഇങ്ങനെ കണ്ടുനോക്കി. എന്റെ ഇപ്പൊ പോയിക്കണ ആ ഒരു യാത്ര 6 രാജ്യങ്ങളിലൂടെ ഒരു ഈജിപ്ത്, ഒരുപക്ഷെ ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാവും. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ചെറുപ്പത്തില് ഞാൻ അതിന്റെ മീറ്റിങ്ങിന് പോയ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സാൻഡ്വിച്ച് ഒക്കെ തിന്നിട്ട് അത്രക്ക് ഓർമ്മയുണ്ട്. എനിക്ക് അത്രക്ക് ഒരു നമ്മളെ മൈൻഡിലേക്ക് കയറുന്ന ഒരു യാത്ര, ഒരു ഫീലിംഗ് ആയിരുന്നു. ഞാൻ പോയിട്ടില്ല, പക്ഷെ ഉപ്പ മാത്രമേ പോയത്. അപ്പോ ആ യാത്രയുടെ വീഡിയോ കണ്ടപ്പോ അതിൽ ഫസ്റ്റ് മുസ്തഫ കമാൽ പാഷ പേര് വന്ന് PSMO കോളേജിലത്തെ പ്രൊഫസറാണ്, ഹെഡാണ്, അന്ന് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. രണ്ടാമത് അബ്ദുൾ റസാഖ് സുല്ലമി, യാത്രയിലുള്ള ഒരു ആള്. അതും നമ്മളെ പണ്ട് ചെറുപ്പത്തിൽ ഒരു 5ാം ക്ലാസ് എന്നൊക്കെ എനിക്ക് ക്ലാസ് എടുത്തത് ഓർമ്മയുണ്ട്. ഈ ഖുർആാനും സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് അദ്ദേഹം നമുക്ക് എടുത്ത് യാത്രയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി. മൂന്നാമത്തെ ഒരു പേര് വന്നത് നെറേഷനാണ്. നെറേഷൻ ആരാന്നറിയോ? നമ്മളെ ഒരുപാട് കേസറ്റുകളിൽ നെറേറ്റ് ചെയ്ത ആളാ. നിങ്ങൾ ഇന്ന് ഗസ് ചെയ്ത് നോക്കി, സൗണ്ട് നിങ്ങൾ ആലോചിച്ചിട്ട് ആരാന്ന് പറഞ്ഞു. വന്നൊന്നുമില്ല, KT ജലീൽ. KT ജലീൽ PSMO കോളേജിലെ പ്രൊഫസർ. അപ്പൊ ഞാൻ ആദ്യം പേര് കണ്ടപ്പോ ഞാൻ വെറുതെ ഒന്ന് KT ജലീൽ തന്നെയാണോ നോക്കാൻ വേണ്ടി പ്രൊഫസർ എന്നും കണ്ടാണ്. അപ്പൊ ഞാൻ വെറുതെ നെറ്റിൽ അടിച്ചു നോക്കി, അപ്പോഴാണ് PSMO കോളേജിലെ പ്രൊഫസർ ആയിരുന്നു. പിന്നെ അങ്ങനെ KT ജലീൽ സൗണ്ട് നോക്കുമ്പോ വളരെ കൃത്യമാണ്. എന്താ നെറേഷൻ, നല്ല അടിപൊളി സൗണ്ടാ. പിന്നെ അതിലത്തെ ഖിറാത്ത് നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല, നമ്മളെ ഒരുപാട് കേസറ്റുകളിലെ ഖിറാത്ത് അയ്യൂബി, മദീന യൂണിവേഴ്സിറ്റിത്തെ പണ്ട് നമ്മൾ വളരെ സെലിബ്രേറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു അയ്യൂബിന്റെ ഖിറാത്ത്. അടിപൊളിയാ. അപ്പൊ അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു യാത്രയാണ് ഇത്. നിങ്ങൾ അതിന്റെ ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്, എന്തിനാണ് ഈ യാത്ര ചെയ്യുന്നത്. കുൽ സീറു ഫിൽ അർളി കൈഫ കാന അല്ല, മറ്റേത് ആഖിബത്തുൽ, അതായത് എങ്ങനെയാണ് മറ്റേ നെംലിലുള്ള ആഖിബത്തുൽ, അത് എങ്ങനെയാണ് ശിക്ഷ എങ്ങനെ നടപ്പിലാക്കി, പഠിച്ചവന്റെ വിധി എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ പറയുന്നുണ്ട്. ആ ഒരു ബേസ് ആണ് മൂപ്പര് കമൽ പാഷ അതിൽ തുടക്കത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു പ്രചോദനം, അതായത് അള്ളാന്റെ അദാബുകൾ ഇറങ്ങിയ പ്രദേശങ്ങൾ കാണുക. ഇപ്പൊ പ്രത്യേകിച്ച് അതിൽ സഞ്ചരിക്കുന്ന യാത്രകളുടെ ലിസ്റ്റ് ഉണ്ട്, ഒരുപാട് രാജ്യങ്ങൾ. ഇതിനുവേണ്ടി സഞ്ചരിക്കുക, ഡോക്യുമെന്റ് ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോ ആലോചിച്ച് നോക്കുക, അതെങ്ങാനും ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അങ്ങനെ ഒരു യാത്ര കവർ ചെയ്തിട്ട് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ആളുകൾക്ക് പോകാൻ പറ്റുന്നവർ പോകും,
വലിയൊരു പ്രേക്ഷകർ ഇത് കാത്തു നിൽക്കുന്നുണ്ടാവും. ഖുർആൻ ചരിത്രഭൂമികളുടെ യാത്ര ഒരു പോവുക മാത്രമല്ല ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. ഡോക്യുമെന്റ് അതുപോലെ ഒരു മൂപ്പര് അബ്ദുൾ റസാഖ് സ്വലമി എന്ന് പറഞ്ഞ ഒരു കഥ ഓർമ്മയുണ്ട്. വെച്ചാല് ഇപ്പൊ നമ്മൾ ഫിറോന്റെ കാണുന്ന ഒരു ചിത്രമില്ലേ, അത് മൂപ്പര് അന്ന് എടുത്തൊരു ചിത്രമാണ്. കാരണം വെച്ചാല് ഫിറോന്റെ ചിത്രം എടുക്കാൻ പറ്റൂല, ഏത് നമ്മൾ നെറ്റിലൊക്കെ കാണുന്നത്. മൂപ്പര് അന്ന് പറഞ്ഞ ഇപ്പൊ ശേഷം പിന്നെ കിട്ടിക്കണ്ടോ അറിയില്ല, അന്ന് എടുക്കാൻ പറ്റൂല. അപ്പൊ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പക്ഷെ ഇവരെ നേരിട്ട് കേറി. അപ്പൊ സെക്യൂരിറ്റിനോട് എന്തോ പറഞ്ഞ് അവിടെ എന്തോ പോകാനോ എന്തോ സാധനം എടുത്തരാൻ പറഞ്ഞപ്പോ ഇവര് വേഗം കേറിയിട്ട് ക്യാമറ ഷൂട്ട് ചെയ്ത് തുടങ്ങി. ക്യാമറ ഷൂട്ട് ചെയ്ത് തുടങ്ങി നോക്കുമ്പോൾ സെക്യൂരിറ്റി കാണുന്നത്, സെക്യൂരിറ്റി വരുമ്പോ ഇത് കാണുക, ഫോട്ടോ എടുക്കാൻ പാടില്ല അങ്ങനെ. ഇപ്പൊ പിന്നെ CCTV ഒക്കെ ഉണ്ട്. ഫോട്ടോ ഉണ്ടല്ലോ ഇപ്പൊ എന്താ അറിയില്ല, ഇനിയിപ്പോ അതിന് ശേഷം പുറത്തു വിട്ടാൻ അറിയില്ല. അങ്ങനെ ഒരു തിരിച്ച് എന്താണ് സെക്യൂരിറ്റി വരുന്ന സമയത്ത് ഇവര് ക്യാമറ എടുക്കാണ്. അപ്പൊ സെക്യൂരിറ്റി കുറെ ചൂടാവുക ചെയ്യുന്നത്. അപ്പൊ ഒരു ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഷൂട്ട് ചെയ്ത് നോക്കി നോക്ക്, കാരണം വെച്ചാൽ ഇത് ഓൺലൈനല്ലേ, അപ്പൊ സേവ് ചെയ്ത് കാണാം. അപ്പൊ അങ്ങനെയാണ് മൂപ്പര് ഇത് പറയുന്നത്, ഫിറോന്റെ ചിത്രം പുറം ലോക കാണുന്നൊക്കെ മൂപ്പര് ഒരു പറയുന്നുണ്ട്. അങ്ങനെ കുറെ ഈ യാത്ര അല്ലേ ഈ ഖുർആൻ ചരിത്ര ഭൂമികളിലെ യാത്ര. അപ്പൊ ഒന്നാമത് എല്ലാവർക്കും ഒരു സ്വപ്നമായിരിക്കും ഇതൊക്കെ ഒന്ന് കാണുക, മനസ്സിലാക്കുക. ഇപ്പൊ പിന്നെ അതിന് ശേഷം ഒരുപാട് യാത്രകൾ എല്ലാ തലത്തിലുള്ള ആളുകളും ഇങ്ങനെ യാത്രകൾ പോവുകയും സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭയങ്കര ട്രിപ്പ് അടിക്കുക, വാട മൂട് പോയി ഒന്ന് ട്രിപ്പ് അടിക്കുക. അല്ല ഈ മിസ്ർ ട്രിപ്പ് ഈ രാജ്യങ്ങൾ കാണുക, അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അന്ന് അങ്ങനെ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. അതുപോലെ തന്നെ മിസ്റിലേക്ക് കുറെ ആൾക്കാർ ഇപ്പൊ പഠനത്തിന് വേണ്ടി കുറെ ആൾക്കാർ പോയിരുന്നു. എന്നുവെച്ചാല് അസറിലേക്ക് പഠിക്കാൻ വേണ്ടിട്ടൊക്കെ കുറെ ആൾക്കാർ ഒരുപാട് ആളുകൾ കേട്ടോ അസഹറിൽ പഠിച്ച ഒരുപാട്. അതുപോലെ തന്നെ അന്ന് വേറെ ഇതാണ് മക്ക എന്ന് പറയുന്നത്. മക്കയിലൊക്കെ ഉള്ള മക്ക ഹജ്ജ് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു. വെച്ചാല് മക്കയിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന സൈനുദ്ദീൻ മഖ്ദൂം ഒക്കെ പഠിക്കാനും കൂടിയൊക്കെ അവിടെ പോയിരുന്നു. പല പണ്ഡിതന്മാരും വെച്ചാല് പിൽക്കാലത്ത് ഇപ്പൊ ആലി മുസ്ലിയാറൊക്കെ അവിടെ പഠിച്ചിരുന്നത്. അങ്ങനെ കുറെ ആൾക്കാർ മക്കയില് പഠിച്ചിരുന്നു. മക്ക പറഞ്ഞാല് കുറെ ഒരു ഇതിന്റെ എന്താണ് ഈ നോളജ് സെന്റർ എന്നൊക്കെ പറയൂല. അപ്പൊ അങ്ങനെയാണ് പൊന്നാനി എന്നൊക്കെ കുറെ ആൾക്കാർ മക്കയിലേക്ക് പോകുന്നതൊക്കെ. പിന്നെയാണ് അസറിലേക്കൊക്കെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ആൾക്കാർ പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മള് ഉപജീവനം പറഞ്ഞു, ഓക്കെ, നമ്മള് എന്താ മെർച്ചൻഡൈസിന് വേണ്ടിട്ട് പറഞ്ഞു, ഓക്കെ. പക്ഷെ കുറച്ച് കഴിയുമ്പോ ഒരു 17-ാം നൂറ്റാണ്ടൊക്കെ റിനൈസൻസിനൊക്കെ ശേഷം യാത്രന്റെ ഒരു കോലം മാറുന്നുണ്ട്. കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് യാത്രയായിരുന്നു. അത് ഈ കാണുന്ന പോലെ എക്സ്പെഡീഷൻസ് ആണ്. പുതിയ ലോകങ്ങൾ തപ്പിയിറങ്ങണം. എന്തിനാ തപ്പിയിറങ്ങുന്നത്? അവിടുത്തെ റിസോഴ്സസ് അടിച്ചു മാറ്റുക, എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരിക. ഇതാണ് മൊത്തം ഐഡിയ. അപ്പോ അതുവരെ യാത്ര എന്ന് പറഞ്ഞാല് ഒരു പ്രദേശം അറിയാം, അവിടുത്തെ നാട്ടുകാരെ അറിയാം, കൾച്ചർ അറിയാം, അവിടുത്തെ. അല്ല അതുപോലെ തന്നെ ഇതുണ്ട് എന്ന് വെച്ചാല് ഇപ്പം പല ആൾക്കാരും ഇത് പറയുമല്ലോ, അധിനിവേശം എന്ന് പറയൂലേ, എന്ന് വെച്ചാൽ പല മുസ്ലിം ഭരണാധികാരികളും പല സ്ഥലം കീഴടക്കിയിട്ട്, പക്ഷെ ഒരു ചെയ്യുന്നത് വെച്ചാല് അവിടെ തന്നെ അവിടെയുള്ള റിസോഴ്സ് അവിടെ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ലൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ പല ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ ഇത് ഇങ്ങനെ അധിനിവേശം അല്ലെ ഈ ഇങ്ങനെ കീഴടക്കിയിട്ടാണ് വരുന്നത്. നോർത്ത് സിന്ധിലൊക്കെ എത്തിയിട്ടാണ് പിന്നെ ഡൽഹിയിലൊക്കെ വരുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ അവിടെ തന്നെ ഭരിക്കും, അവിടെ തന്നെ അവിടുത്തെ കോളനി ആക്കും, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും അവിടുത്തെ ഫണ്ട് ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ ആൾക്കാർക്ക് വളരെ ഇഷ്ടമാണ് ഈ കടന്നു വരുന്ന ആളുകളെ സ്വീകരിക്കാനും ചിലപ്പോൾ മടി. ഈ കൊളോണിയലിസം വന്നതോട് കൂടിയിട്ട് യാത്ര എന്ന് പറയുന്നത് ഭയങ്കര വയലൻസ് ആയി മാറിയിട്ടുണ്ട്. ഇപ്പോ ഈ കൊളംബസിന്റെ യാത്ര, വാസ്കോഡഗാമന്റെ യാത്ര, ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കഥകളാണ്. അപ്പോ കൊളംബസിന്റെ യാത്ര 1492 പോകുന്നത്. കൊളംബസ് ആള് ഇങ്ങനെ പുസ്തകങ്ങൾ രചിക്കുക, കാർട്ടോഗ്രാഫറാണ്, മാപ്പുകൾ ഉണ്ടാക്കുക. ഇതാണ് മൂപ്പരുടെ ഉപജീവനം. കൊളംബസിനൊക്കെ ഒരു ഇൻസ്പയർ ആയിരുന്നത് ഇദ്രീസിന്റെ മറ്റേ മാപ്പാണ്. അത് പറഞ്ഞപ്പോഴാണ് ഇദ്രീസിന്റെ മാപ്പ് ഈ നേരത്തെ പറഞ്ഞില്ല, തല തിരിഞ്ഞിട്ടാണ്. ഇത് നോക്ക്, അതായത് തല തിരിഞ്ഞ മാപ്പാണ്. അപ്പോ ഇതില് എന്താണ്, അത് ഇപ്പത്തെ നമ്മൾ കാണുന്ന വേൾഡ് മാപ്പിന്റെ നേരെ തല തിരിഞ്ഞിട്ടാ മാപ്പ് ഉള്ളത്. അത് തിരിച്ചു കളഞ്ഞു ശരിക്കും പറഞ്ഞാല്. ആ മാപ്പിന്റെ സെന്റർ ഏതാ? മക്കയാണ്. ഇദ്രീസ് ഉണ്ടാക്കിയ മാപ്പിന്റെ സെന്റർ മക്കയാണ്. അത് നേരെ തിരിച്ചിട്ട് യൂറോപ്യൻ സെന്റേഡ് ആയിട്ടുള്ള ഒരു മാപ്പ് ആക്കിയിട്ട് യൂറോ സെൻട്രിക്. അതായത് ആ 14-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെപ്പോക്കൽ ചേഞ്ച് ആണ്, ഭയങ്കര മാറ്റാണ്. മാപ്പിന്റെ തല തിരിച്ച് എന്നിട്ട് എന്ത് ചെയ്തു, ലോകത്തിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഇദ്രീസിന്റെ തന്നെ പല ഗ്രന്ഥങ്ങളും 20-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ആൾക്കാർ അറിയുന്നത് ഇദ്രീസിന്റെ ആണെന്നുള്ളത്. കാരണം അത് ഗ്രീക്കിലേക്കും മറ്റു ഇറ്റാലിയനിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഇദ്രീസിന്റെ എന്ന് പറയുന്നില്ല, യൂറോപ്യൻസിന് ഒരു മാറ്റുന്നുണ്ട് ഇദ്രീസിന്റെ അല്ലാതെ. അപ്പൊ ഒരു സെൻസിൽ പറഞ്ഞാൽ കൊളോണിയലിസം മൊത്ത ലോകത്തിന്റെ തല തിരിച്ചു കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ആ സെൻസിലാണ് ഇവര് പണിയെടുത്തത്. ഇപ്പൊ കൊളംബസ് യാത്ര ചെയ്യുമ്പോ ഇവരുടെ കയ്യില്, കൊളംബസിന്റെ കയ്യില്
കൊളംബസിന്റെ കയ്യിലാണ്, കൊളംബസിന്റെ കയ്യിൽ യാത്ര ചെയ്യുമ്പോൾ മാർക്കോ പോളോന്റെ പുസ്തകം ഉണ്ടായിരുന്നു, ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ. അപ്പൊ അങ്ങനെ അവിടുന്നാണ് ഇത് വരുന്നത്. എന്നിട്ട് അന്ന് യാത്ര ചെയ്യാനൊരു കാരണമുണ്ട്. അന്ന് യൂറോപ്പിൽ നിന്ന് സിൽക്ക് റൂട്ടാണല്ലോ, ഈസ്റ്റിലേക്കുള്ള സിൽക്ക് റൂട്ടാണ്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിള് മുസ്ലിങ്ങൾ പിടിച്ചടക്കിയതോട് കൂടിയിട്ട് ആ യാത്രയിൽ തടസ്സം വന്നു. ഇവർക്ക് ഭയങ്കര ടാരിഫും ടാക്സും ഒക്കെ കൊടുക്കേണ്ടി വന്നു ഈ യാത്ര ഇങ്ങനെ കടന്നു പോകാൻ. അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ ആണല്ലോ യൂറോപ്പിന്റെയും ഏഷ്യന്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് നിൽക്കുന്ന സ്ഥലം. അത് മുസ്ലിങ്ങളുടെ കയ്യിൽ വന്നു. അവിടെ കൂടിയിട്ട് ഇവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോ അന്ന് കാലമായപ്പോ തന്നെയൊക്കെ ഭൂമി ഉരുണ്ടതാണെന്നുള്ള വാദത്തിൽ ഏകദേശം എല്ലാവരും ഉറച്ചു. പിന്നെ കുറച്ച് ക്രിസ്ത്യൻ മതപണ്ഡിതന്മാര് മാത്രമാണ് ഭൂമി ഉരുണ്ടിട്ടല്ല, ബൈബിളിലുണ്ട് ഭൂമി പരന്നിട്ടാണ് എന്ന് പറഞ്ഞ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുള്ളൂ. അപ്പൊ ഭൂമി ഉരുണ്ടിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കരമാർഗം ഈസ്റ്റിലേക്ക് പോണ്ട, ഇവിടുന്ന് കടൽ മാർഗം തിരിഞ്ഞു പോയാല് എവിടേക്കെത്തും? ചൈനയ്ക്ക് എത്തുമല്ലോ, ജപ്പാനിലേക്ക് എത്തുമല്ലോ, അതുവഴി ഇന്ത്യക്ക് എത്തിക്കൂടെ? അപ്പൊ നമുക്ക് ട്രേഡ് റൂട്ട് ഇവരൊന്നും ബാധിക്കാത്ത കോലത്തിൽ നമുക്ക് ട്രേഡ് റൂട്ട് നടത്തിക്കൂടെ എന്നുള്ള ആശയത്തിലാണ് ആര് കൊളംബസ് യാത്ര തുടങ്ങുന്നത്. പക്ഷെ അന്ന് അവർക്ക് അറിയില്ല ഇവിടെ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും വലിയൊരു കോണ്ടിനെന്റ് ഉണ്ട് ഈ അറ്റ്ലാന്റിക്കിനപ്പുറം. ഇത് അറിയുന്ന വെച്ചാൽ അറബികൾ ഇവിടെ ട്രേഡ് നടത്തും. എടാ യൂറോപ്പിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്പൈസ് പറ്റിയിട്ടുള്ള യാത്ര, സ്പൈസ് ഇവിടെ വിൽക്കുക. ഇവര് കുത്തകയാണ് അറബികളെ. എന്ന് വെച്ചാല് ഇവിടെ മലബാറിലുള്ള ആൾക്കാർ എന്താണ് കുരുമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, അങ്ങനെയുള്ള സ്പൈസസ് എന്താക്കും ഇവര് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് അവിടെ നല്ല വിലക്ക് വിൽക്കും. അപ്പൊ ഇത് ഇവരെ വല്ലാണ്ട് ഇതാക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ ചൊടിപ്പിക്കുന്നുണ്ട്. കാരണം വെച്ചാല് ഇവർക്ക് നല്ല വിലക്ക് വിൽക്കും, മറിച്ച് വിൽക്കും. പക്ഷെ അത്ര വില ഒന്നും ഇവിടുന്ന് വാങ്ങിക്കുന്നില്ല ഒരു. അപ്പൊ അങ്ങനെ അത് ആ ഒരു കുത്തക നമുക്ക് കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇന്ത്യയെ കുറിച്ചൊക്കെ അറിയുന്നത്. ഇന്ത്യയിലേക്ക് അങ്ങനെ എന്നിട്ട് ആ യാത്രയില് ഭയങ്കര രസമാണ്. കൊളംബസ് അങ്ങനെ യാത്ര ചെയ്തിട്ട് ഇവർക്ക് കഴിയുന്നില്ല. 3 കപ്പലാണ്. 3 കപ്പലിനുള്ള ഫണ്ട് കൊടുക്കുന്ന ആരാ? സ്പാനിഷ് ഭരണാധികാരിയുള്ള ഫെർഡിനാൻഡ്, ഇസബെല്ല ആൻഡ് ഫെർഡിനാൻഡ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ ആ കപ്പൽ യാത്ര ചെയ്തിട്ട് എവിടെ എത്തുന്നില്ല. അത് കാരണം കാറ്റ് ഇവർക്ക് അനുകൂലമായിട്ടല്ല നിക്കുന്നത്. പക്ഷെ അല്ല, ആ തുടക്കത്തിലെ മിഷനറി അല്ലായിരുന്നു, പിന്നെ അത് പക്ക മർച്ചന്റ് സ്വഭാവത്തിൽ തന്നെ തുടങ്ങുന്നത്. പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇവര് കുറെ പേര് തീരുമാനിച്ചു നമുക്ക് തിരിച്ചു പോവാൻ. കാരണം അതിൽ കപ്പലിലെ യാത്രക്കാർ തീരുമാനിച്ചു തിരിച്ചു പോവാൻ. പക്ഷെ കൊളംബസിന് തിരിച്ചു പോകാൻ കഴിയില്ല. കൊളംബസ് വലിയ പൈസക്കാരനൊന്നല്ല, പക്ഷെ കൊളംബസ് അത്രയും കാലം സേവ് ചെയ്ത ഫുൾ പൈസയും ഇറക്കിയിട്ടാണ് ഇവർ യാത്ര വന്നത്. കൊളംബസിന് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഇതെങ്ങനെ എന്തായാലും നമ്മൾ ചൈനയ്ക്ക് എത്തും. ചൈനയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പുതിയൊരു ട്രേഡ് റൂട്ട് ഓപ്പൺ ആവാണ്. അതോട് കൂടിയിട്ട് മൊത്തം ചരിത്രം മാറാൻ പോവാണ്. അപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള കൊളംബസ് സമ്മതിച്ചില്ല. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇവര് ഇങ്ങോട്ട് എത്താണ്, നോർത്ത് അമേരിക്കയിലേക്ക് എത്താണ്. പക്ഷെ ഇവർക്കറിയില്ല ഇത് നോർത്ത് അമേരിക്കയാണ്. ഇവരിത് ജപ്പാനാന്ന് വിചാരിച്ചിരിക്കാണ്. ജപ്പാനിന് പിന്നെ ഇവര് പിന്നെയും ഇങ്ങനെ ബാക്ക് വരുമ്പോ ചൈന എത്തിന്ന് വിചാരിക്കാണ്. അങ്ങനെ അവരാദ്യം വരവേൽക്കുന്ന സ്പാനിയാർഡ്സ് ആണ്, അതായത് അവിടെ ഉള്ള ആളുകളാണ്. അപ്പോ അവിടെ ഉള്ള ആളുകൾ വരെ ആദ്യമായിട്ടാണ് പുറം ലോകത്തുനിന്ന് ഒരാൾ വരുന്നത്. അപ്പൊ കപ്പലിൽ വന്നപ്പോ ഇവരെ ഭയങ്കരമായിട്ട് ഭയങ്കര വെൽക്കമിങ് ആണ്, ഇവരെ സ്വീകരിക്കുന്നു. അപ്പൊ ഇവർക്ക് വേണ്ടത് എന്താണ്? ഇവർക്ക് സ്വർണ്ണാണ് വേണ്ടത്. അപ്പൊ സ്വർണത്തിന്റെ ഖനികൾ എവിടെയെന്ന് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇത് നമ്മള് ഓർക്കെന്താ കേൾവി എന്താ, മംഗോള് ചൈന ഭയങ്കരാണ് അവിടെ സാധനമാണ്, കേൾവി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെന്താ ചെയ്ത് ആ പറഞ്ഞ ഗാർഡൻ ഓഫ് ഈഡനിലേക്ക് നമ്മളെത്തി. ആ സ്വർണ്ണ രാജ്യത്തേക്ക് ഭയങ്കര നമ്മൾ അവിടേക്ക് എത്തി, പൂന്തോട്ടത്തിലേക്ക് എത്തി എന്നുള്ള കോലത്തിലാണുള്ളത്. ഇങ്ങോട്ട് ഈസ്റ്റിലേക്ക് എത്തി. പക്ഷെ ഇവർക്കറിയില്ല ഇത് ഈസ്റ്റ് ആണ്. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നെ എനിക്ക് തോന്നുന്നു കൊളംബസ് മരിക്കുന്നവരെ കൊളംബസിനെ അറിയില്ലായിരുന്നു. ഞാൻ ചൈനയിലാന്ന് വിചാരിച്ചിരുന്നു. കൊളംബസ് മരിച്ചതിന്റെ ശേഷമൊക്കെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത് വേറെ തന്നെ ഒരു കോണ്ടിനെന്റ് ആണെന്ന് ആൾക്കാർക്ക് തിരിക്കുന്നത്. പക്ഷെ രസം എന്താന്ന് വെച്ചാല് ഇത്ര വെൽക്കമിങ് ആയിട്ട് ഇവരെ സ്വീകരിച്ച സ്പാനിയാർഡ്സിനോട് ഇവരെന്താ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇബ്നു ബത്തൂത്ത ആവട്ടെ, മാർക്കോ പോളോ ആവട്ടെ, ഇദ്രീസി ആവട്ടെ, അതിനുശേഷം വന്നിട്ടുള്ള എല്ലാ യാത്രക്കാരും ആ യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരെ അറിയാന്നുള്ളതായിരുന്നു. പക്ഷെ കൊളോണിയലിസത്തിന് ശേഷം കൊളംബസ് നടത്തുന്ന യാത്രയുടെ രൂപം മാറിപ്പോയി. അത്രയും സ്വീകരിച്ചിരുന്ന ആ സ്പാനിയാർഡ്സിനെ അവര് കൊന്നൊടുക്കുക എന്ന് പറഞ്ഞാല് ഭയങ്കര ബ്രൂട്ടലായിട്ടാ കൊല്ലുന്നത്. അതായത് അത്രയും സ്വീകരിച്ച സ്പാനിയാർഡ്സിനെ കൊന്നിട്ട് അവരുടെ പല്ലുകൊണ്ട് മാല ഉണ്ടാക്കുന്നുണ്ട്. അതിട്ടിട്ടാണ് കൊളംബസ് നിക്കുന്നത്. അത്രയും പ്രയാസപ്പെടുത്തണം. എന്ത് ഇടങ്ങാറ. എന്നിട്ട് കൊളംബസ് തിരിച്ചു പോയിട്ട് ഇത് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോ ഇവർക്ക് ട്രേഡ് റൂട്ട് ഓപ്പൺ ആയി. അതിനുശേഷം എന്ത് ചെയ്തു?
പിന്നെയാണ് ഈ പറഞ്ഞ മിഷനറി ഫ്രയേഴ്സ്മാര് എല്ലാവരുമായിട്ട് ഇവര് തിരിച്ചു വരിക. അപ്പൊ എത്ര കപ്പല്ല വരുന്നത്? 17 കപ്പല്ല വരുന്നത്. 17 കപ്പലില് വന്ന് ഇവിടെ വന്ന് അടിഞ്ഞ് സ്പാനിയാർഡ്സിനെ കോളനൈസ് ചെയ്യാൻ തുടങ്ങി, അവരെ പ്രയാസപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഒരു രസമുള്ള കഥ ഉണ്ട്. ഹെയ്തിയിലാണ് തോന്നുന്നത്. ഹെയ്തിയില് സ്പാനിയാർഡ്സ് ആണ് ഇവർക്ക് ഫുഡ് കൊടുക്കേണ്ടത്. ഇവര് ഭയങ്കര മിലിറ്ററി ഓക്യുപ്പൻസിയിലാണല്ലോ വരുന്നത്. അപ്പൊ സ്പാനിയാർഡ്സ് പറഞ്ഞാൽ സാധാ നമ്മൾ കാണുന്നൊരു ഇങ്ങനെ അമ്പും വില്ലും സാധാ ഒരു എക്യുപ്മെന്റ്സ് ആയിട്ട്, ഇവരാണെങ്കിൽ ഫുൾ ഗൺ പൗഡർ പരിപാടികളൊക്കെ ആണല്ലോ, വലിയ എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ അവര് കോളനൈസ് ചെയ്യണം. അപ്പോ കോളനിയിലുള്ള ഈ സ്പാനിയാർഡ്സ് ആണ് അവർക്ക് ഫുഡും വെള്ളവും കൊടുക്കേണ്ടത്. അപ്പോ സ്പാനിയാർഡ്സ് എന്ത് കുറെ കാലം കഴിഞ്ഞ് പ്രയാസമായപ്പോ സ്പാനിയാർഡ്സ് പറഞ്ഞു ഞങ്ങൾ ഇനി ഫുഡ് പ്രൊവൈഡ് ചെയ്യൂല, ഒരു തരത്തിലുള്ള ബോയ്ക്കോട്ട്, ഞങ്ങളിത് ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പോ എന്താണ് കൊളംബസിന് ആ ലൂണാർ കലണ്ടർ എങ്ങനെയാണെന്ന് ചലിപ്പിക്കുന്നതെന്നൊക്കെ കൊളംബസിന് അറിയാം. അപ്പോ കൊളംബസ് എന്ത് ചെയ്തു, ഇവരോട് പറഞ്ഞു നിങ്ങള് വല്ലാതെ കളിച്ചാൽ ഞാൻ ചന്ദ്രനെ കാണാതാക്കും, നിങ്ങള് എന്താ മര്യാദക്ക് ഭക്ഷണം തന്നോളി പറഞ്ഞു. പക്ഷെ ഒരു ബോയ്ക്കോട്ടിന്ന് മാറിയില്ല. അപ്പൊ നോക്കുമ്പോ എന്താണ് ലൂണാർ കലണ്ടറിൽ അന്ന് ഇതാണ് എക്ലിപ്സ് ആണ്, ലൂണാർ എക്ലിപ്സ്. അന്ന് ചന്ദ്രനെ കാണൂല. അപ്പൊ അന്ന് രാത്രി ചന്ദ്രൻ കാണുന്നില്ല, ആകാശത്ത് ചന്ദ്രനില്ല. അപ്പൊ ഇവരാകെ പേടിച്ച്. അപ്പൊ ഇവരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുക, ഇവരുടെ നമ്മൾ ആലോചിച്ച് നോക്കുക, മായ, ഇങ്ക, അസ്തക്ക്, ഇതൊന്നും ഇല്ല. ഇന്ന് നമ്മള് ബ്രസീലിലേക്ക് പോയാല്, അർജന്റീനയിലേക്ക് പോയാല് വെച്ചാല് ഇവര് ഇങ്ങനെ ഇന്ത്യയിലേക്ക് വരുന്ന ഇതില് അറിയാണ്ട് എത്തിപ്പോകുന്നത് ബ്രസീലിലേക്ക്. വെച്ചാല് കാറ്റിന്റെ ഒക്കെ ഗതി അവിടുന്ന് തോന്നുന്നുണ്ട് ഈ മറ്റേ ഡാർക്ക് ടൂറിസം പറയലുണ്ട്. ഡാർക്ക് ടൂറിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇതാണ്. സജി മാർക്കോസ് നിങ്ങൾ കേൾക്കലുണ്ടാവും, യൂട്യൂബിലൊക്കെ കേൾക്കലുണ്ടാവും. അവരിങ്ങനെ പറയുന്നുണ്ട് ഡാർക്ക് ടൂറിസം എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കുറെ ജനസൈഡുകളൊക്കെ നടക്കുന്നുണ്ട്, ഒരുപാട് ക്രൂരതകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പിന്നീട് ആളുകൾ പോയി സന്ദർശിക്കണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ടൂറിസം, അതായത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ നമ്മൾ ജാലിയൻവാലാബാഗ് പോയി കാണാൻ പോകുന്നുണ്ട്. അപ്പോ അത് കാണാൻ പോവുക, ആ ഒരു മനസ്സിലാക്കുക, ആ ഒരു അന്നത്തെ ഒരു അവസ്ഥയൊക്കെ ഫ്ലൈറ്റ് ഒക്കെ മനസ്സിലാക്കുക എന്നുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് ആൾക്കാർ ടൂർ പോകുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്. നമ്മള് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ സന്ദർശിക്കാറുണ്ട്. അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ അങ്ങനെയാ. പക്ഷെ ഇത് നോക്കി കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വിശദീകരിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇതില് വാസ്കോഡഗാമന്റെ ചരിത്രം എടുത്ത് വെക്കാം. വാസ്കോഡഗാമ എന്തൊക്കെ വയലൻസ് അവിടെ, ബ്രിട്ടീഷുകാരായിട്ട് ക്രൂരന്മാരേനു പോർച്ചുഗീസുകാർ. അതിനൊക്കെ ശേഷം നമ്മൾ ഇപ്പൊ അടുത്ത കൊളോണിയൽ ഇതിലെടുത്ത് നോക്കിയാൽ തന്നെ ഓരോ രാജ്യത്തും ഓല് അവിടുന്ന് പോകുമ്പോ, ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ച് പോകുമ്പോ അവിടെയുള്ള കണക്കുകൾ എടുത്തു നോക്കിയാൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊന്നിട്ടാണ് ഇന്ത്യ ദരിദ്രരാജാക്കിയത് ആരാണ്? ബ്രിട്ടീഷുകാരല്ലേ. എല്ലാ കോളനികളും ഫ്രഞ്ച് കോളനിയാണ്. ഫ്രഞ്ച് കോളനി അതിന്ന് അവര് പോകുമ്പോ ഒരു കണക്ക് പറയുന്നുണ്ട്, 150 ബില്യൺ വരുന്ന സ്വത്തെങ്കിലും ഒരു ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നത്. എത്രയോ ലക്ഷങ്ങൾ ആൾക്കാരെ കൊല്ലുകയും ചെയ്യുന്നില്ല. ഫുള്ള് അതായത് ലൂട്ട് ചെയ്തിട്ടാണ് മൊത്തം പോകുന്നത്. അങ്ങനെയാണ് കോളനിയൽ ഒരു ഇത് വർക്ക് ചെയ്യുന്നത്. കൊളോണിയലൈസ് ഇതിന്റെ അതിന്റെ മെയിൻ ആശയം തന്നെ അതാണ്, എന്താണ് ലൂട്ട് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു ഒരുപാട് സാധനങ്ങൾ പറയാനുണ്ട് നമ്മള് കഥകളിലേക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ. ഈ വാസ്കോഡഗാമന്റെ ആണെങ്കിലും ഈ കൊളംബസിന്റെ ആണ്. വാസ്കോഡഗാമിനെ കുറിച്ച് ഇങ്ങനെ ഒരു സാധനം പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു കോമ്പസിനും ഈ ഒരു ഇദ്രീസിന്റെ മാപ്പൊക്കെ നമ്മൾ തുടക്കത്തിൽ പറയുമല്ലോ. ഇദ്രീസിന്റെ മാപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ 12ാം നൂറ്റാണ്ടില് പറയുന്ന ഒരു കോമ്പസ് ഉണ്ട്. അത് ഇബ്നു മാജിദിന്റെ കോമ്പസ് ആണ്. ഇബ്നു മാജിദിന്റെ കോമ്പസ് പറഞ്ഞാല് ഇങ്ങനെ നടുവില് കാബ ഉണ്ടാവും, ചുറ്റും കുറെ ലൈൻസ് ഉണ്ടാവും. ഇതാണ് കോമ്പസ്. ഈ കോമ്പസ് ബേസ് ചെയ്തിട്ടായിരുന്നു അന്നത്തെ യൂറോപ്യരും യാത്ര ചെയ്തിരുന്നു, അന്നത്തെ അറബികളും. അന്ന് അറബികൾ എന്ന് പറഞ്ഞാൽ കടലിലെ സിംഹങ്ങളാ. അങ്ങനെ പേര് വരാൻ കാരണം എന്താ? അറബികളുടെ രാജാക്കന്മാരെന്നുള്ള ഇതില്. പക്ഷെ അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്ന ഒരാളുണ്ട്, അതാണ് ഈ ഇബ്നു മാജിദ്. ഇബ്നു മാജിദിന്റെ ഇബ്നു മാജിദിന്റെ ബുക്ക് ഉണ്ട്, കിതാബുൽ ഫളാഇൽ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം. കൃത്യം കുറച്ച് വലിയ പേരാണ്. ആ പുസ്തകത്തില് ഈ യൂറോപ്യരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. യൂറോപ്യർ പറഞ്ഞാല് ഓർക്ക് ആകെ ഒരു ചപ്പളാച്ചി കോമ്പസും ഒരു ലോക്കൽ കപ്പലുണ്ട്. ഓർക്ക് എങ്ങനെ യാത്ര ചെയ്യുന്ന ഓർക്ക് വലിയ ധാരണയില്ല. പക്ഷെ നമ്മളെങ്ങനെ യാത്ര ചെയ്യുന്ന ഓർക്ക് ഒരു ധാരണയില്ല. നമ്മളാണ് കടലില് നമുക്ക് എങ്ങനെയാണ് യാത്ര ചെയ്യുക, അതിന്റെ എല്ലാ കുട്ടൻസും നമുക്കറിയാം. പക്ഷെ ഈ കുന്തൊന്നും അറിയാതെയാണ് ഈ യൂറോപ്യർ യാത്ര ചെയ്യുന്നത്. ഇവർക്കൊരു ധാരണയില്ല എന്ന് യൂറോപ്യരും സമ്മതിച്ചിരുന്നു ആ കാലത്ത്. നമുക്ക് കടലിൽ വലിയ ധാരണ ഇല്ല, ഇത് വലിയ സംഭവമല്ല. പക്ഷെ അങ്ങനെ മുസ്ലിങ്ങൾക്ക്, അറേബ്യക്കാർക്ക് അത്രയും ഇദ്രീസിയുടെ മാപ്പ് തിരിച്ചതുപോലെ മൊത്തം ലോകക്രമത്തെ തിരിച്ചുപോയി. ഈ കൊളോണിയലിസം. അത് തിരിച്ച്
ഇങ്ങനെ തിരിച്ച് ബാക്കിലാക്കുക എന്നുള്ളതാണ് ഡീകൊളോണിയാലിറ്റി എന്നൊക്കെ പറയുന്നത്. ഇതിനെ തിരിച്ച് കൊളോണിയലിസം കൊണ്ടുവന്ന എല്ലാത്തിനെയും നമ്മൾ തിരിച്ചിടുക. അപ്പൊ ആ നിലക്ക് യാത്രകളിലും ആ ഒരു സെൻസ് വരണം എന്ന് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്ത്. നമുക്ക് ഇനി എനിക്കൊണ്ട് കൊറേ പറയാണ്ടില്ലേ, 1 മണിക്കൂർ ആവാനായി, നമുക്ക് അവസാനിപ്പിക്കണം. അതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലേക്ക് നമ്മൾ കിടക്കേണ്ടി. അതായത് ഇപ്പോഴത്തെ ഒരുപാട് പേഴ്സണലി എല്ലാവരും യാത്രക്കാരാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമുക്ക് അറിയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ആളെ എടുത്തു നോക്കിയാൽ അവരൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ഒരുപക്ഷെ നല്ല കറങ്ങിയിട്ടുള്ള ആളുകളായിരിക്കും. അത്യാവശ്യം പ്രായമായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ച മനസ്സിലാവും. മല്ലു ട്രാവലർ, അങ്ങനെ ഒരു ഭക്തൻ, ഹിച്ചൈക്കിനോമാടൊക്കെ എനിക്ക് പക്ഷെ അതിൽ കുറച്ചും കൂടി ഇപ്പൊ മല്ലു ട്രാവലർ ആട്ടെ, ഞാൻ ഹോണസ്റ്റ്ലി പറയാം, മല്ലു ട്രാവലർ യാത്ര ചെയ്യുമ്പോ എന്താണ് ഇങ്ങനെ ഓക്കെ ഇവിടെ എങ്ങനെ ഉണ്ട്, ഇവിടെ എങ്ങനെ ഉണ്ട്, ഓക്കെ കാണുന്നു, ആൾക്കാർ കാണുന്നു, വ്ളോഗുകൾ ഭയങ്കര രസമായിരിക്കും കാണാൻ. പക്ഷെ അതിന്റെ അപ്പുറം ഇപ്പോ ആ സെൻസിലൊക്കെ ഞാൻ പറയാം, സന്തോഷ് ജോർജ് കുളങ്ങര കുറച്ചും കൂടി ഡീപ്പായിട്ട് ആ നാടിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എനിക്ക് അതിൽ കുറച്ചും കൂടി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു യാത്രക്കാരൻ ഹിച്ചൈക്കിംഗ് നോമാഡാണ്. അതായത് ആളുകൾ കടന്നു ചെല്ലാൻ മടിക്കുന്ന ഇടങ്ങളിൽ പോയിട്ട് ആ ആളുകളെ പഠിക്കാം. അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് താലിബാനെ കുറിച്ച് പഠിക്കാം. താലിബാൻ ഇതേപോലെ ഒരു യാത്രക്കാരനുണ്ട്, ഇത് ഈ ഹൈക്കിംഗ് നോമാഡിനൊക്കെ പോലെ. അത് കുറച്ച് മുന്നുള്ളതാണ്, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. റിക് സ്റ്റീവ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇവര് ഇങ്ങനെ ഒരു TV ഷോ ഒക്കെ ഉണ്ട്, റിക് സ്റ്റീവ്സ് യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതില് എന്താണ് ഹോസ്റ്റ് ചെയ്യണ ആളാണ് റിക് സ്റ്റീവ്സ് ആണ്. മൂപ്പര് ഈ യാത്രന്റെ ഫിലോസഫിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കൺസെപ്റ്റ്. അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റും. അതായത് യാത്ര ചെയ്യുമ്പോൾ നമ്മളെ തെറ്റിദ്ധാരണകൾ മാറ്റും. കേവലം എന്റർടൈൻമെന്റിന് പകരം ഇതിനൊക്കെ യാത്ര ചെയ്യാന്നാണ് ആര് പറയുന്നത്, റിക് സ്റ്റീവ്സ്. അതിനൊരു ഉദാഹരണം മൂപ്പര് പറയേണ്ട ഒരു കഥ. അതായത് മൂപ്പര് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു കുട്ടിയും ഒരു അച്ഛനും ഇങ്ങനെ നിൽക്കണ്ടാവും. ഈ കുട്ടി ഇങ്ങനെ എന്താണ് റിക് സ്റ്റീവ്സിനെ ഇങ്ങനെ തുറിച്ചു നോക്കുന്ന ഒരു സംഭവം. റിക് സ്റ്റീവ്സ് ഇങ്ങനെ നോക്കൂ, ഇവനെന്തിനാണ് ഇങ്ങനെ, ഈ കുട്ടി എന്തിനാ ഇങ്ങനെ തുറിച്ച് നോക്കണെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈ കുട്ടീൻ്റെ അച്ഛൻ പറയും, എക്സ്ക്യൂസ് മീ, ഇറ്റ്സ് മൈ സൺ, ഇതിൻ്റെ മോനാണ്, അമേരിക്കക്കാരെ കണ്ടാൽ അങ്ങനെ നോക്കുന്നറിഞ്ഞു. അപ്പോൾ ഈ റിക് സ്റ്റീവ്സ് ഇങ്ങനെ ആലോചിക്കുക, ഇങ്ങനെ തിരിച്ചു ചോദിക്കുക, അമേരിക്കക്കാരെ കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ തുറിച്ച് നോക്കണമെന്നൊരു സംഭവം. അപ്പോൾ ഈ കുട്ടീൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്ത്, അത് കഴിഞ്ഞ ആഴ്ച ഞാനും എൻ്റെ മകനും കൂടി മക്ഡൊണാൾഡ്സിൽ പോയിന്ന്. മക്ഡൊണാൾഡ്സ് പോയപ്പോൾ എൻ്റെ മകന് ഇങ്ങനെ പറയാനുണ്ടായി, എന്ത്, അച്ഛ അവിടുത്തെ ഹംബർഗർ എന്തിനാ എത്ര സോഫ്റ്റ് എന്ന് വെച്ച്, ഈ ബണ്ണ് എന്താ എത്ര സോഫ്റ്റ്. അപ്പൊ അച്ഛൻ അതിന് മറുപടി കൊടുത്ത എന്താ, അത് അമേരിക്കക്കാർക്ക് പല്ലില്ലാത്തോണ്ടാണ്. അപ്പൊ ഈ റിക് സ്റ്റീവ്സ് ആകെ അന്തം വിടുക, പല്ലില്ലാത്ത. അപ്പൊ ഈ റിക് സ്റ്റീവ്സ് എന്നിട്ട് ഇങ്ങനെ തൊള്ളവർന്ന് പല്ലിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, വലിയ പല്ലുണ്ട, ഞാനൊരു അമേരിക്കക്കാരനാണ്. അത് ഇതിന് ബന്ധപ്പെട്ടിട്ട് റിക് സ്റ്റീവ്സ് ഇറാന് പോകുമ്പോ എന്തിനാ ഇറാനിക്ക് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇറാൻ എന്നൊക്കെ പറയുമ്പോ ഡേഞ്ചർ, നമുക്ക് ആദ്യത്തെ അതാണ് സംഭവം. അത് ഇറാനെന്ന് കേൾക്കുമ്പോ ഭയങ്കര ബോംബ് കാര്യങ്ങളാണ് നമ്മളെ മൈൻഡിൽ വരിക. അങ്ങനെയാണ് മീഡിയ സൃഷ്ടിച്ച് വെച്ചിരിക്കണേ. അപ്പോൾ എന്തിനാ ഇറാൻക്ക് പോകണമെന്ന് ചോദിച്ചപ്പോ റിക് സ്റ്റീവ്സ് പറയുന്നുണ്ട്, എന്ത്, നിങ്ങൾ ഇറാനെ ബോംബാക്കണതിന് മുന്നേ ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ പോയി ഒന്ന് നോക്കട്ടെ എന്താ സംഭവം. അങ്ങനെ ഇറാന് പോയിട്ട് ഇറാനെ കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്, അദ്ദേഹം എന്താണ് പറയുന്നുണ്ട്, എന്ത്, ഇറാനെ പോലത്തെ ഒരു ഹോസ്പിറ്റാലിറ്റി കിട്ടിയൊരു സ്ഥലം എനിക്ക് വേറെ ഇല്ല. അപ്പോൾ ഈ റിക് സ്റ്റീവ്സ് വെക്കുന്ന ആശയം എന്താ, നമ്മളൊരു കാര്യം കേൾക്കല് വേണ്ടത് അവിടെ യാത്ര ചെയ്തിട്ട് എല്ലാവർക്കും തന്നെ. അപ്പൊ നമ്മളിപ്പോ ബുക്കിൽ വായിച്ചിട്ടുണ്ടാവും, ഒരു രാജ്യത്തെ കുറിച്ച് നമ്മളെ സങ്കല്പം ചിലപ്പോൾ കൂടുതലും നമ്മൾ വായിച്ച പുസ്തകങ്ങളിലേക്കും കണ്ട സിനിമകളിലേക്കും നമ്മൾക്ക് ഇറാഖിനെ കുറിച്ച് എന്താണ് നമ്മളെ കൺസെപ്റ്റ്, ഒരു യുദ്ധം മാത്രം നിറഞ്ഞെടുക്കുന്ന ഒരു നഗരം. ഞാൻ വായിച്ച പുസ്തകങ്ങളിലും അങ്ങനെയാണ്. ഞാൻ വായിച്ചൊരു പുസ്തകമുണ്ട്, എന്താ വഹ്ദഹ ഷജറത്തുർ റുമ്മാൻ. സംഭവം എന്താ വെച്ചാല് യുദ്ധങ്ങൾക്കിടയിൽ മരിച്ചെടുക്കുന്ന ആൾക്കാരെ വാഷ് ചെയ്യുന്ന ഒരാളെ കഥയാണ്. മരിച്ചെടുക്കുന്ന കഥ മാത്രമാണ് പറയുന്നത്. അപ്പൊ എന്റെ കൺസെപ്റ്റിൽ ഇറാഖ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് മൊത്തം സദ്ദാം ഹുസൈനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കൺസെപ്റ്റിൽ ഇത് മാത്രമാണ് ഒരു രാജ്യം. അപ്പൊ അതിന്റെ അപ്പുറത്ത് നമ്മളെ ഇപ്പോ സോഷ്യൽ മീഡിയയിലുള്ള ഒരു കുറച്ച് ആൾക്കാരെ പേര് അറിയാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ജോ ഹത്താബിൻ അറിയില്ലേ, ഒരു 8 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ആളാണ്, ട്രാവലറാണ്, വളരെ നല്ല രീതിയിൽ. മുഹന്നദ് ഉണ്ട്, മുഹന്നദ് പിന്നെ ട്രാവലറിന് അപ്പുറത്ത് ഡോക്യുമെന്റിംഗ് ആണ്. പിന്നെ നമ്മളെ ഉമർ എന്ന് പറഞ്ഞൊരു ചങ്ങയുണ്ട്, ബഹ്റൈനിയ, അടിപൊളി ട്രാവലർ, അനസ് ഇസ്കന്ദറി. മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരാൾ. നമ്മളെ റമദാനിലൊക്കെ ഒരു പ്രത്യേക സീരീസ് ഓരോ അറബ് രാഷ്ട്രങ്ങൾ പോയ അങ്ങനെയുള്ള യാത്രക്കാര് വളരെ വിശാലമായിട്ട് ഇപ്പൊ കടന്നു ചെന്നിട്ട് ഇപ്പൊ ഒതന്റിക്കലി അതിനെ അവിടെ പോയിട്ട് പ്രൂവ് ചെയ്ത് പല ഡോക്യുമെന്റ്സ് ഉള്ള സാധനങ്ങളൊക്കെ അവിടെ പോയി പ്രസന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതിനായിട്ട് നമുക്ക് ഒരു എപ്പിസോഡ് അതായത് യാത്രയുടെ ഒരു രൂപം കുറച്ചും കൂടി പറഞ്ഞാൽ, പൊളിറ്റിക്കലി പറഞ്ഞാൽ, യാത്ര എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ ടൈപ്പുകളുടെ പൊളിക്കേണ്ട ഒരു സംഗതിയാണ്. അതാണ് എനിക്ക് ഈ ഹിച്ചൈക്കിംഗ് നോമാഡെ കഥ ചെയ്യുന്നു കുറച്ചുകൂടി തുറവി വരികയാണ്.
അഫ്ഗാനിസ്ഥാനെ കുറിച്ച് അവിടുത്തെ താലിബാൻ പട്ടാളക്കാര് ഇങ്ങനെ തോക്കും പിടിച്ച് ഓരോ കൂടെ സെൽഫി എടുക്കുകയാണ്. എന്നിട്ട് പലസ്തീൻ ഇഷ്യൂ വരുമ്പോ ഈ ഷെയ്ഖ് നൊമാഡ് പറയുന്ന അഭിപ്രായം ഭയങ്കരമായിട്ട് സ്വന്തമായിട്ട് അവൻ പറയാണ് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന കമന്റ് കാണണം, നെഗറ്റീവ്. അതെന്താ കാരണം? എന്താ ആ സ്റ്റീരിയോ ടൈപ്പാണ്. അതിനെ പൊളിക്കാൻ ആര് നോക്കുന്നു? ഈ ഷെയ്ഖ് നൊമാഡ് നോക്കുന്നു. ഇപ്പൊ ആഫ്രിക്കയിലേക്ക് പോവാ, അങ്ങനെയൊക്കെ പോവാന്നൊക്കെ പറയുന്നത് യാത്രയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ സ്റ്റീരിയോ ടൈപ്പുകളെ പൊളിക്കാന്നുള്ളതായിരിക്കും. അഫ്രൈഡ് ഓഫ് ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് റിക് സ്റ്റീവ്സ് തന്നെ പറയുന്നുണ്ട്. അതായത് ഇറാൻ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പോകുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റൂല എന്നുള്ളൊരു സംഭവം. പക്ഷെ റിക് സ്റ്റീവ്സ് എന്താ പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം അഫ്രൈഡ് ഓഫ് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങാന്നുള്ള, വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും എന്നുള്ള സംഭവമാണ്. അങ്ങനെ നമ്മളിപ്പോ കാശ്മീർക്ക് പോകുമ്പോ പോലും പൊതുവെ ആൾക്കാർ ചോദിക്കാനുള്ളതാ ഇപ്പൊ നമ്മൾ പോകാൻ നേരത്ത് കൊറേ പറയാണ്ട്. വീട്ടിൽ നിന്ന് കുറെ പ്രഷർ ഉണ്ടായിരുന്നു കശ്മീർ പോയാ അവിടെ. പക്ഷെ ഇന്ന് 1 മണിക്കൂറിന് മുകളിലേക്ക് നമുക്ക് ഇത് യാത്ര അവസാനിക്കുന്നില്ല. അതായത് നമ്മളെ യാത്രയെ കുറിച്ച് പറയുന്നത് അവസാനിക്കുന്നില്ല. കടന്നിരുന്നുണ്ട്. നമുക്ക് ഇനി ഇരിക്കുക, യാത്ര ഇരിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നിർത്തല്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും.